ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഞാൻ എന്താ പറഞ്ഞേ? ഞാൻ എന്തേലും പറഞ്ഞായിരുന്നു? നമ്മുടെ ശക്തി നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. എന്നോട് പറഞ്ഞേ. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഒരു കുടുംബം പ്രാർത്ഥനയിൽ വളരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥിക്കാത്തൊരു കുടുംബത്തിന് ഈ കാലഘട്ടത്തിലെ ദുരന്തങ്ങളെയും ദുഃഖങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രാർത്ഥിക്കാത്തൊരു കുടുംബത്തിന് ദൈവാനുഭവമില്ല. പ്രാർത്ഥിക്കാത്തൊരു ജീവിതത്തിന് ഈ കാലഘട്ടത്തിലെ പ്രയാസങ്ങളെ നേരിടാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒത്തിരി മക്കൾ പ്രയാസത്തിലാണ്, അഗാധമായ പ്രയാസങ്ങളുടെ നടുവിലാണ് മനുഷ്യർ ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം നമുക്ക് കേട്ടാൽ നമ്മൾ ബോധം മറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടുന്ന വിധത്തിലുള്ള പ്രയാസങ്ങളാണ് മനുഷ്യർക്കുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ഭയാനകമായ പ്രയാസങ്ങളുടെ നടുവിലാണ് മനുഷ്യർ പോകുന്നതെന്നറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമേ ഇത് സിനിമയാണോ കഥയാണോ എന്നൊക്കെ നമ്മൾ അവിശ്വസിക്കുന്ന വിധത്തിലാണ്. എനിക്ക് പലരും എല്ലാവരുടെയും സ്വകാര്യത ആയതുകൊണ്ട് ഇതുപോലെ മൈക്കിലൂടെ ഒന്നും പറയാൻ അത് നല്ലതല്ലല്ലോ എന്നോർത്ത് ഞാനത് പങ്കുവെക്കുന്നില്ലെന്നേ ഉള്ളൂ. എന്തുമാത്രം പ്രയാസങ്ങളിലാണ് മനുഷ്യർ. സത്യം പറഞ്ഞാൽ മനുഷ്യരിങ്ങനെ അങ്ങ് ജീവിച്ച് പോന്നേ ഉള്ളൂ. നമുക്ക് ഈ ധ്യാനത്തിനൊക്കെ വരുന്ന ആളുകൾ അവർ പറയുന്ന ഒരു ഹൃദയത്തിൽ അവരുടെ വേദന സൂക്ഷിക്കുന്നത് പറയുന്നത് കേട്ടാൽ ദൈവമേ നമ്മൾ എന്നെ ചെയ്യും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ആഴമായ പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സങ്കീർണമാവുകയാണ് പ്രശ്നങ്ങൾ. ഇപ്പം നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളോ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെയോ തലമുറയിലെയോ പ്രതിസന്ധികളല്ല ഇന്നത്തെ മക്കൾ അനുഭവിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രായം മുതലേ വലിയ പ്രശ്നമാണ്, വലിയ പ്രശ്നങ്ങൾ. അത് ചില പ്രത്യേക പ്രശ്നങ്ങൾ മേഖലകൾ മാത്രമല്ല. അതായത് ചിന്താഗതികളൊക്കെ മാറിപ്പോയി അല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാട് മാറിപ്പോയി. ഈ പത്തനംതിട്ട ജില്ലയിലാണ് ഉദ്ദിഷ്ടകാര്യ പ്രാപ്തിക്കായി ഒരു ഭാര്യയും ഭർത്താവും 2 പേരെ മുറിച്ച് നരബലി നടത്തിയത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കത് മനുഷ്യനിപ്പോൾ ആ വഴിക്കൊക്കെ ചിന്തിക്കാൻ പറ്റും. നമുക്കത് ഒരു അസാധാരണ സംഭവമല്ലാതായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ എല്ലാവർക്കും പേടിയാണ്. കാരണം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഞാനതുകൊണ്ട് ഇപ്പം ജ്യൂസൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് പറയുന്ന പ്രശ്നങ്ങൾ കേട്ടാൽ നമ്മൾ അന്ധാളിച്ചു പോകും. ഇപ്പം ലോകം അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഓർത്തിനി അതിലേക്കൊക്കെ പ്രശ്നങ്ങളുടെ സങ്കീർണതകൾ വിവരിച്ച് നമ്മുടെ മനസ്സിനെ കൂടുതൽ അസ്വസ്ഥമാക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാത്ത ഒരു കുടുംബത്തിന് നിലനിൽക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് മുൻപ് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിക്ഷേപമാണ്. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? നിക്ഷേപമാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നത് നിക്ഷേപമായിട്ട് കാണണം. ഇപ്പം നമ്മൾ ഡിസംബർ 1-ാം തീയതി 10,000 രൂപ ബാങ്കിലിട്ടു, ഡിസംബർ 2-ാം തീയതി 10,000 രൂപ ഇട്ടു. അങ്ങനെ 30 ദിവസം, ഡിസംബർ 30, 31 വരെ 31 ദിവസം 10,000 രൂപ വീതം ഇട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടാവും? ഞാൻ കണക്കിന് തോറ്റ ആളാണ്, നിങ്ങളതുകൊണ്ട് എന്നോട് ഉത്തരം പറയണം. എനിക്ക് ഇത്രയും വലിയ കണക്കൊന്നും കൂട്ടാനുള്ള ത്രാണിയില്ല. 31 ദിവസം നിങ്ങൾ ഡെയിലി 10,000 രൂപ വീതം ബാങ്കിലിട്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 31 ലക്ഷമാണോ മോളെ? നീ തെറ്റിച്ച് പറയരുത്. 3 ലക്ഷമാണോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ കണക്കിന് തോറ്റ ആളാണ്, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ഏത് കണക്ക് പറഞ്ഞാലും തെറ്റും. അതുകൊണ്ട് അപ്പോൾ ഏതായാലും 31-ാം തീയതി ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് 3 ലക്ഷമോ 3,10,10,000 31 ലക്ഷമോ എത്ര ആയാലും അതവിടെ ഉണ്ടാവും.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പാഴായി പോകുന്നില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നമ്മുടെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നു എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനകൾ പാഴായി പോകുന്നു. പ്രാർത്ഥനകൾ പാഴായി പോവില്ല എന്ന് പറഞ്ഞേ, പ്രാർത്ഥനകൾ പാഴായി പോവില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ എന്തോരം കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുക, അതെവിടെ പോയി? ഇതെവിടെയും പോയിട്ടില്ല. അതെവിടെ കിടപ്പുണ്ട്? അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപമായിട്ട് കിടപ്പുണ്ട്. നമ്മൾ എന്ത് നിക്ഷേപിച്ചാലും അത് നമുക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. നിക്ഷേപങ്ങളുടെ പ്രത്യേകത അതാണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്നത് നമുക്ക് കാലാന്തരത്തിൽ തിരിച്ചു കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ആലോചിക്കാറുണ്ട്, എപ്പോഴും ആലോചിക്കാറുണ്ട്. അതായത് ഞാനിങ്ങനെ ഈ വഴിക്കൊന്നും തിരിഞ്ഞ് വരേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെയൊന്നും വരേണ്ട ഒരാളേ അല്ല. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവമേ ദൈവവചനം പ്രഘോഷിക്കാൻ, വർഷത്തിലെ 365 ദിവസവും കർത്താവിൻ്റെ വചനമായിട്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു, ഭാഗ്യമാണ്. അപ്പോൾ ഞാനത് ആലോചിച്ച് നോക്കി, ഇതൊക്കെ ആരുടെ പ്രാർത്ഥനയാണ്? ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ വല്യമ്മ, അപ്പൻ്റെ അമ്മ 102 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. 102 വയസ്സ്. ഞാൻ ഈ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ്, കോവിഡൊക്കെ ആയിരുന്നുകൊണ്ട് കാണാൻ പോകാൻ പറ്റില്ലായിരുന്നു. മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പരാതി കുറച്ചിൽ കൂടുതലായപ്പോൾ ഞാൻ ആദർശച്ചനെയും കൊണ്ട് ഞങ്ങൾ ഒരു ദിവസം പോയി അവിടെ ചെന്ന്, അമ്മച്ചി വയ്യാതെ, തീരെ വയ്യ, മരിക്കുന്നതിന് ഒരു 5-6 മാസം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അന്നേരം ചെന്നിരിക്കുമ്പോഴും അമ്മച്ചി ദൈവത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ് അമ്മച്ചിയുടെ തലയ്ക്കകത്ത് മുഴുവൻ. അപ്പോൾ ഈ വളരെ ചെറുപ്പം മുതലേ ഞാൻ ഓർക്കുന്നുണ്ട്. തീരെ ചെറുപ്പമായിരുന്ന കാലം മുതലേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ കട്ടിലിരുന്ന് തലയിലൊരു കീറ്റത്തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന്, അതിരാവിലെ തിരുസന്നിധി, അതൊക്കെ ഇങ്ങനെ പാടി. അതിരാവിലെയാണ് നമുക്ക് ഉറക്കം കിട്ടുന്നത്, നമ്മൾ ഉറങ്ങുന്നവരാണ്. അമ്മച്ചി അമ്മച്ചിക്ക് ഒരു പണിയില്ല, യാതൊരു പണിയില്ല, രാവിലെ ഉറങ്ങത്തുമില്ല, മനുഷ്യരെ ഉറക്കത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒത്തിരി കുറ്റം പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയെ കളിയാക്കിയിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിക്ക് വേറെ, അമ്മച്ചി ഈ സൈലൻ്റായ പ്രാർത്ഥനയൊന്നും അമ്മച്ചിക്ക് അറിയാൻ പാടില്ലേ, ഈ ഉറക്കെയുള്ള പ്രാർത്ഥന. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന, പിന്നെ ഉച്ചയ്ക്ക് പ്രാർത്ഥന, പിന്നെ ഈ ബൈബിൾ എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ 102 വയസ്സ് വരെ ഒരു വല്യമ്മ പ്രാർത്ഥിച്ചതിൻ്റെ മിച്ചമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതപ്പോൾ പ്രാർത്ഥന പാഴായിപ്പോയോ? ഇല്ല. ആ പ്രാർത്ഥനയാണ് തലമുറകളിലേക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ പ്രാർത്ഥന പാഴായി പോവില്ല എന്ന് പറഞ്ഞേ, പ്രാർത്ഥന പാഴായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആമുഖം പറയുകയാണ്, നമുക്കതുകൊണ്ട് ദൈവവചനത്തിലൂടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മളൊന്ന് ഗ്രഹിക്കുന്നതും പഠിക്കുന്നതും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ, നമുക്ക് ഈ ദേവാലയത്തെക്കുറിച്ചും ഈ ദേശത്തെക്കുറിച്ചും എൻ്റെ ഒരു സന്തോഷം, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളൊരു ജനത ഈ ദേശത്തുണ്ട്. നന്നായിട്ടൊന്ന് ഊതി കത്തിച്ചെടുത്താൽ നന്നായി പ്രാർത്ഥനയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ജീവിതങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് കുറച്ചൊന്ന് ചിന്തിക്കാം. നമുക്കെടുക്കാം ലൂക്കാ സുവിശേഷത്തിൻ്റെ 11-ാം അധ്യായം. ലൂക്കാ 11, അതിൻ്റെ 1-2 വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എടുത്ത് വായിക്കാം. ലൂക്കാ 11, 1-2 വാക്യങ്ങൾ വായിക്കാമോ? അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ശിഷ്യന്മാർ യേശുവിനോട് വന്ന് ചോദിക്കുന്നത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്നല്ല, 5 അപ്പം 5000 വർദ്ധിപ്പിക്കുന്ന മാസ്മരിക വിദ്യയുടെ മർമ്മ രഹസ്യങ്ങൾ പറഞ്ഞു തരാമോ എന്നല്ല ചോദിക്കുന്നത്. അപ്പസ്തോലന്മാർ യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയാവോ? കർത്താവേ, അവർക്ക് പറയാവോ? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കർത്താവേ,
ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞാൻ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ആ ജനതയെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. പ്രാർത്ഥിക്കാൻ അറിയാവുന്നൊരു കുടുംബത്തെ തോൽപ്പിക്കാൻ മാത്രം ഒരു പൈശാചിക ശക്തിയും വളർന്നിട്ടില്ല. ഈ എസ്തേറിൻ്റെ പുസ്തകത്തിൽ, ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകത്തിൽ എടുക്കണ്ട, എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് തലവേദന എടുക്കും. 2-ാം അധ്യായം കഴിഞ്ഞ് 9-ാം അധ്യായം, 9-ാം അധ്യായം കഴിഞ്ഞ് 1-ാം അധ്യായം, അങ്ങനെയൊക്കെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ ചാപ്റ്റർ. അപ്പോൾ അതുകൊണ്ട് വായിച്ച് വിഷമിപ്പിക്കുന്നില്ല, കേട്ടാൽ മതി. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു, സൈന്യാധിപൻ. സൈന്യാധിപൻ്റെ പേരെന്താണ്? ഹാമാൻ എന്ന് പറയുന്ന സൈന്യാധിപൻ. അപ്പോൾ യഹൂദനായ മറ്റൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് മൊർദെക്കായി. എന്തോന്ന്? മൊർദെക്കായി എന്ന് പറയുന്നത് എസ്തേറിൻ്റെ വളർത്തച്ഛനാണ്. എസ്തേറിൻ്റെ വളർത്തച്ഛൻ. അപ്പോൾ എസ്തേറിനെ വളർത്തിയത് മൊർദെക്കായിയാണ്. അപ്പോൾ ഈ മൊർദെക്കായി ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തും, ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കും. മൊർദെക്കായി ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് കൊണ്ട് മൊർദെക്കായി ഹാമാനെ അധികം മൈൻഡ് ചെയ്യില്ലായിരുന്നു. ഹാമാൻ ആദരവും അംഗീകാരവും ബഹുമാനവും പ്രതീക്ഷിച്ച് ജീവിച്ച ആളാണ്. ഹാമാന് എല്ലാവരും എന്നെ ബഹുമാനിക്കണം, അങ്ങനെയുണ്ട് ചില ആളുകൾ. എന്താണ് നിങ്ങളെന്താണ് ഞാൻ വന്നപ്പോൾ ഗുഡ് മോർണിംഗ് പറയാഞ്ഞത്, നിങ്ങളെന്താണ് എഴുന്നേക്കാത്തത്, ഇങ്ങനെ അനാവശ്യ നിർബന്ധങ്ങളുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന് പറയുന്ന ആ ആത്മപൂജയുടെ ആ സ്വയം ബഹുമാനിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൻ്റെ മൂർത്തീഭാവമായിരുന്നു ഹാമാൻ. പക്ഷെ മൊർദെക്കായി എന്താണ്? മൊർദെക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ആളാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരാൾ മനുഷ്യൻ്റെ മുമ്പിൽ അധികം മുട്ടുകുത്താൻ ഇഷ്ടപ്പെടാറില്ല. ദൈവത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് മനുഷ്യരെ ബഹുമാനിക്കും. പക്ഷേ ഈ ഹാമാൻ പറയുന്നത് പോലെ അനാവശ്യ നിർബന്ധങ്ങൾക്ക് വഴിപ്പെടാൻ മൊർദെക്കായി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാമാന് സ്വാഭാവികമായും മൊർദെക്കായിയോടും യഹൂദന്മാരോടും സ്വാഭാവികമായും വിരോധമുണ്ടായി, വൈരാഗ്യമുണ്ടായി. അങ്ങനെ ഹാമാൻ മൊർദെക്കായിയെ കൊല്ലാൻ ഒരവസരം അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരവസരം വന്നു ചേർന്നു, യഹൂദന്മാരെ എല്ലാം നശിപ്പിക്കാൻ ഒരവസരം വന്നു ചേർന്നു. മൊർദെക്കായിയെ തൂക്കിലേറ്റാനുള്ള ഗൂഢമായ ഒരു പദ്ധതി ഹാമാൻ തയ്യാറാക്കുകയും മൊർദെക്കായിയെ പരസ്യമായി പൊതുനിരത്തിൽ വെച്ച് എല്ലാവരും കാണുകയെ തൂക്കിലേറ്റുന്നതിന് വേണ്ടി വലിയൊരു കഴുമരം ഹാമാൻ തയ്യാറാക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഹാമാൻ ഈ കഴുമരം തയ്യാറാക്കി മൊർദെക്കായിയുടെ കൊല സ്വപ്നം കണ്ട്, കിനാവ് കണ്ട് ജീവിക്കുമ്പോൾ മൊർദെക്കായി എന്ത് ചെയ്യുകയായിരുന്നു? മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. പറയാവോ ഹല്ലേലൂയാ? അതായത് സാത്താൻ നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ, സാത്താൻ നിന്റെ പ്രിയപ്പെട്ടവരെ വഞ്ചിക്കാൻ, ലോകവും പിശാചും ജഡവും മോഹങ്ങളുമെല്ലാം ഈ ലോകം ഇങ്ങനെ വാപിളർന്ന് നിൽക്കുന്ന ഒരു വിഷസർപ്പത്തെ പോലെ അപ്പാടെ വിഴുങ്ങാൻ ഇങ്ങനെ വാപിളർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനുള്ള പദ്ധതികളും കെണികളും തയ്യാറാക്കുന്ന നേരത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവമക്കൾ അവർക്ക് ചെയ്യാൻ അവർക്കറിയാവുന്ന ഏക കാര്യം എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മൊർദെക്കായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമുക്ക് അതാണ്, അത് ഈ ദൈവ മനുഷ്യർക്ക് ധൈര്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞേ? ദൈവ മനുഷ്യർക്ക് ധൈര്യമുണ്ട്. ധൈര്യം. ഇന്നത്തെ മനുഷ്യന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വലിയ ഭയമാണ് മനുഷ്യന്. ഡിപ്രഷൻ, ഭയം. ഇത് മനുഷ്യനിങ്ങനെ അലട്ടുന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവ മനുഷ്യർക്ക് ഭയമില്ല. ഏലിയായുടെ ചരിത്രം ഒരു നാടകമാണെങ്കിൽ ആ നാടകത്തിനകത്തേക്ക് ഏലിയ എന്ന പ്രധാന കഥാപാത്രം കയറി വരുന്നത് ആമുഖങ്ങളില്ലാതെയാണ് കയറി വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ബൈബിൾ വായിച്ച് പോകുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ എടുക്കും 17-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നാണ്, ഓഫ് ഹാൻഡായിട്ട്, അബ്രപ്റ്റായിട്ട്, നൊടി നാഴിക നേരം കൊണ്ട്, കണ്ണിമ ചിമ്മുന്ന നാഴിക നേരം കൊണ്ട് പെട്ടെന്ന് ഒരു കഥാപാത്രം, അതും പ്രധാന കഥാപാത്രം, സ്റ്റേജിലേക്ക് കയറി വരികയാണ്. അങ്ങനെയാണ് ഏലിയ നമ്മുടെ ഈ വചനത്തിൻ്റെ താളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെയാണ് ആ ഭാഗം തുടങ്ങുന്നത്. 1 രാജാക്കന്മാർ 17:1. അക്കാലത്ത് ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. എടുക്കാവോ അത്? ഗിലെയാദിലെ
തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കണ്ടോ, ഇതൊരു നാടകമാണെങ്കിൽ ഈ നാടകത്തിലേക്ക് പ്രധാന കഥാപാത്രം കയറി വരുന്നത് ആമുഖങ്ങൾ ഇല്ലാതെയാണ്, അവതാരികകളില്ലാതെയാണ്. അയാളിങ്ങനെ കയറി വരികയാണ്, വിത്തൗട്ട് നോ ഇൻട്രഡക്ഷൻ. ഇയാളിങ്ങനെ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളിങ്ങനെ അന്തിച്ച്, കാണികൾ, കാഴ്ചക്കാർ അന്തിച്ച് നിൽക്കുകയാണ്. ആരാണിത്? ആരാണിത്? ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടായില്ലേ? മറ്റേ ഞാൻ സിനിമയൊക്കെ പറഞ്ഞാൽ അത് മോശമാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചില കഥാപാത്രങ്ങളൊക്കെ സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് കൂടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഒരു വലിയ ആമുഖം കൊടുക്കും. വരാൻ പോവാണ്, ആരാണ്? സിംഹം, നരസിംഹം വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആമുഖം കൊടുക്കും. എന്ന് പറഞ്ഞ പോലെയാണ് പ്രധാന കഥാപാത്രങ്ങൾ വരുന്നതിന് മുമ്പ് ഒന്നുകിൽ അതിനകത്ത് ഒരു സംഗീതം കൊണ്ട് അവരൊരു ആമുഖം തയ്യാറാക്കും. അതായത് അപ്പോൾ ഈ കാണികൾക്ക് അറിയാം ആരോ എന്തോ സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. പക്ഷെ നമ്മൾ ഈ ബൈബിൾ വായിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നത് ഈ 17-ാം അധ്യായത്തിൽ നമ്മൾ ഈ വായനക്കാരൻ പെട്ടെന്ന് ഷോക്ക്ഡ് ആവുകയാണ്. വായനക്കാരൻ പെട്ടെന്ന് നടുങ്ങുകയാണ്. ആരാണിത്? ഈ കയറി വന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ആരാണ് ഈ വന്നത്? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ. ഇതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ആകെയുള്ളത്, ഇതിന് തൊട്ട് മുമ്പ് 1-2 വാക്യങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് നേരിട്ട് സൂചനയില്ല. അദ്ദേഹം വരാനുള്ള പശ്ചാത്തലം മാത്രം പറയുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ ഏലിയാ പ്രവാചകൻ കയറി വന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കുകയാണ്, ആരാണിത്? ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ. ഈ പ്രവാചകൻ കയറി വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ സേവിക്കുന്ന കഷായോ ഇസ്രായേൽ, കഷായം സേവിക്കുന്ന കാര്യമല്ലേ പറയും. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ്. ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഴയോ മഞ്ഞോ പെയ്യില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയാം, ഇസ്രായേലിൻ്റെ രാജപരമ്പരകളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഇസ്രായേലിലെ രാജകുടുംബങ്ങളുടെ കഥ പരിശോധിച്ചാൽ നമ്മൾ കാണും, ആ ഇസ്രായേൽ രാജപരമ്പരകളിലെ ഏറ്റവും ക്രൂരനും അധമനും നീചനും നിന്ദനുമായ രാജാവായിരുന്നു ആര്? ആഹാബ്. മഹാനീചനായ രാജാവായിരുന്നു. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുത്തവൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും അധമയായ സ്ത്രീയായിരുന്നു. രാജപരമ്പരയിലെ ഏറ്റവും ഹീനമായ പ്രവൃത്തി ചെയ്ത ജസബൽ എന്ന് പറയുന്ന ഭാര്യ. ആഹാബും ജസബലും അപ്പം അത്രയും നൊട്ടോറിയസ് ആയ ആളുകളാണ്. അവർ കുപ്രസിദ്ധി നേടിയവരാണ്. കിരാതത്വത്തിനും ക്രൂരതയ്ക്കും കുപ്രസിദ്ധി നേടിയ ഈ രാജാവും രാജ്ഞിയും ക്രൂരനും ക്രൂരയുമാണ്. കേൾക്കുന്നുണ്ടോ? അപ്പം ഈ രാജാവ് കൊള്ളരുതായ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് കാണിച്ച് രാജാവ് ഇങ്ങനെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്നിട്ട് പറയുകയാണ്, രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു സാമ്രാജ്യത്തെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. ഒരു രാജ്യത്തെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. ഒരു സാമ്രാജ്യ അധിപതിയെ, ഒരു പ്രജാപതിയെ, ചക്രവർത്തിയെ ഒറ്റയ്ക്ക് നേരിടുകയാണ്. നേരെ വന്നിട്ട് അയാളുടെ നെറുകയ്ക്ക് നേരെ ആരോപണത്തിൻ്റെ ചൂണ്ടുവിരൽ നീട്ടിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ദേശത്ത് ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. നിങ്ങൾ ബൈബിൾ വായിക്കുന്നത് ശ്രദ്ധയോടെയാണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ വായനക്കാരൻ്റെ മനസ്സ് അസ്വസ്ഥമാവും. നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, അയ്യോ, ഈ പ്രവാചകൻ ഇങ്ങനെ പറയാൻ എവിടുന്ന് കിട്ടി ഈ ധൈര്യം? എന്താണ് ഈ മനുഷ്യൻ്റെ ധൈര്യം? എന്താണ് ഈ മനുഷ്യൻ്റെ ധൈര്യം? നിങ്ങൾ ഈ ചരിത്രം ഒന്നും വായിച്ചാൽ നിങ്ങൾക്ക് ഏലിയായെക്കുറിച്ച് ഒന്നും കിട്ടില്ല. ഏലിയായെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അതിനൊരൊറ്റ വാചകമേ ഉള്ളൂ ബൈബിളിൽ. ആ വാചകം ഇതാണ്, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ്. ധൈര്യം എവിടുന്നറിയാമോ? ഇതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്? ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ before whom I stand, before whose face I stand. The Lord of Israel, before whose face I stand. ഞാൻ ആരുടെ മുഖത്തിൻ്റെ മുമ്പിലാണോ ജീവിക്കുന്നത് ആ ഇസ്രായേലിൻ്റെ ദൈവമാണ്. ധൈര്യം എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? അതായത് ഒരു മനുഷ്യൻ
ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പിൽ ജീവിക്കുന്നവന് കിട്ടുന്ന ധൈര്യമാണത്. ദൈവത്തിൻ്റെ മുഖത്തിന് മുമ്പിൽ ദൈവത്തെ നോക്കിയിരിക്കുന്നവന് കിട്ടുന്ന ധൈര്യമാണത്. ആരെയാണ് അയാൾ വെല്ലുവിളിക്കുന്നത്? ഈ രാജ്യത്തിലെ രാജപരമ്പരയിലെ ഏറ്റവും നീചനായ രാജാവിൻ്റെയും ഏറ്റവും അധമയായ രാജ്ഞിയുടെയും മിഴികളിൽ നോക്കിയിട്ട് ഭയലേശമില്ലാതെ അയാൾ പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി മഴയോ മഞ്ഞോ പെയ്യില്ല. കൊടുങ്കാറ്റ് പോലെ അയാൾ ആ രംഗത്ത് നിന്ന് നിഷ്ക്രമിച്ചു. അയാൾ ആ രംഗത്ത് നിന്നും അപ്രത്യക്ഷനായി. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതാണ് 27-ാം സങ്കീർത്തനം എടുക്കുക. 27-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. 27-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കാവോ? എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. എന്നോട് വായിക്കാമോ? എൻ്റെ മുഖം തേടുവിനെന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം. അപ്പൊ ഇത് മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മുഖം തേടുന്ന ഒരു വ്യക്തിക്ക് അസാധാരണമായ ധൈര്യമുണ്ടാവും. 3-ാം സങ്കീർത്തനം, ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. എങ്ങനെ ഞാൻ കർത്താവിനെ വിളിച്ച? ഞരങ്ങി മൂളിയാണോ? പിന്നെ അങ്ങനെ അങ്ങനെ വേണം വിളിക്കാൻ. കർത്താവിനെ വിളിക്കുമ്പോൾ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം അരുളുന്നു. അടുത്ത് 5-ാമത്തെ വാക്യം, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കണ്ടോ? ഹല്ലേലൂയാ. ദൈവത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ധൈര്യമാണത്. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാത്തത്? പറ. ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്, അതുകൊണ്ടാണ് ഭയപ്പെടാത്തത്. ഭക്തന് കിട്ടുന്ന ഉറപ്പാണിത്. ദൈവ പൈതലിന് കിട്ടുന്ന ഉറപ്പാണിത്. എന്താ? എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. എൻ്റെ വാഹനം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അസാധാരണമായ ധൈര്യം കിട്ടും. മനസ്സിലായോ? അതായത് ദൈവം, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഉണ്ടോ? ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ദൈവം അനന്ത ജ്ഞാനമാണ്, ഇൻഫിനിറ്റ് വിസ്ഡമാണ്. ദൈവം അനന്ത ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവിൻ്റെ വെളിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ കർത്താവിനെ തേടി, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പറഞ്ഞേ, സർവ്വഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. എന്താണത്? ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തേത്, ദൈവം സർവശക്തനാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിക്ക് വെളിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കഴിവുകേട് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, ദൈവം എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ഇത് സംഭവിച്ചത്, ഇത് ദൈവത്തിൻ്റെ ശക്തിക്കകത്താണ് സംഭവിച്ചത്, ഒന്ന് ദൈവത്തിൻ്റെ ജ്ഞാനത്തിനകത്താണ് സംഭവിച്ചത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് മൂന്നാമത്തെ അർത്ഥം, ദൈവം അനന്ത നന്മയാണ്. ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്യില്ല, ദോഷമൊന്നും ചെയ്യില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവം എനിക്ക് ദോഷമൊന്നും ചെയ്യില്ല. അതാണ് അനന്ത നന്മയാണ്, അനന്ത നന്മ. അതാണ് ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹി. അപ്പം അതാണത്. ദൈവം ദോഷമൊന്നും ചെയ്യില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഞാൻ പറയുന്നത് എന്തിനാ, ഈ ഭാരവും വിഷമമുള്ള ഒത്തിരി പേരുണ്ട്. സഹിക്കാൻ പറ്റാത്ത വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, നിരാശ, മരുന്ന് കഴിച്ചാൽ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ഇത് എന്താണ്? നമുക്ക് ധൈര്യം വേണം. ധൈര്യം, ഈ ധൈര്യം എവിടുന്ന് കിട്ടും? നമുക്ക് ദൈവം തരും. കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ആ സമാധാനം, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. അതായത് ലോകത്ത് പ്രശ്നങ്ങളുടെ നടുവിൽ, 100 പ്രശ്നങ്ങളുടെ നടുവിലും
വലിയൊരു സമാധാനം, വലിയൊരു ആനന്ദം ദൈവം നമുക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞു വന്നത് ലൂക്കാ 11 അപ്പസ്തോലന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന്, കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നു. അവർ യേശുവിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു ചോദ്യം ചോദിക്കട്ടെ, പ്രാർത്ഥിക്കാൻ എളുപ്പമാണോ പാടാണോ? പ്രാർത്ഥന വളരെ എളുപ്പമാണോ പ്രയാസമാണോ? സത്യം പറ, സത്യം തുറന്ന് പറ. പ്രാർത്ഥന ഭയങ്കര എളുപ്പമാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഭയങ്കര പാടാ. ഇരുന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാ. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനാ മനുഷ്യനോട് ചോദിക്കുക പ്രെയർ എളുപ്പമാണോ, അയാൾ പറയും ഭയങ്കര പാടാ. അപ്പോൾ മനസ്സിലാക്കിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് അറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എളുപ്പമല്ലാത്തത്? അതിൻ്റെയൊക്കെ ഞാൻ വരാം. അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ എളുപ്പമല്ലാത്തത് കൊണ്ടാണ് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഞങ്ങളുടെ ഈ ജഡത്തിൻ്റെ ശക്തി കൊണ്ട്, ഈ ജഡിക സ്വഭാവം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കർത്താവേ, അതുകൊണ്ട് നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, സഹായിക്കണമേ. ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പസ്തോലന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിക്കും പറ്റില്ല, ഒരു പ്രബോധകനും പറ്റില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ ലോകത്തെ ഒരു പുണ്യാത്മാവിനും നിങ്ങളെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് യേശു മാത്രമാണ്. ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് യേശുവിന് മാത്രമേ? കാരണം യേശു ആദ്യന്തം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഈ ലോകത്ത് ജീവിച്ച കാലത്ത് കർത്താവ് പ്രാർത്ഥിച്ചു. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം എടുക്കുക. ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ ഹെബ്രായർ 5 കിട്ടിയോ? 5 ഇപ്പോൾ പറയാം. 7-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാമോ? തൻ്റെ ഉറക്കെ വായിക്കണം പോരാ. തൻ്റെ ഐഹിക ജീവിത കാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ജീവിച്ച കാലത്ത്, തൻ്റെ മനുഷ്യാവതാര കാലത്ത് 33 വർഷം. ഹെബ്രായർ 5-7-ാമത്തെ വാക്യം പറയുകയാണ്, തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ കണ്ണീരോടും വലിയ അപ്പൊ എങ്ങനെയാ പ്രാർത്ഥിച്ച ഈശോ എങ്ങനെ പ്രാർത്ഥിച്ചേ? എങ്ങനെ പ്രാർത്ഥിച്ചേ? അതായത് നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പറട്ടെ. ഹരിണിവനായ അങ്ങനല്ല പ്രാർത്ഥിച്ചത്. പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചത്? കണ്ണീരോടും വലിയ വിലാപത്ത്. യേശുവിൻ്റെ പ്രാർത്ഥന കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ഇവിടെ പറയുകയാണ് എങ്ങനെ പ്രാർത്ഥിച്ച യേശു കണ്ണുനീരോടെ. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇപ്പൊ ഒരാൾ കരയുന്നത് അങ്ങനെ കരയുന്നത് പറ്റുമോ? അങ്ങനെ എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് പറയാം, അച്ഛൻ ഒന്ന് കരഞ്ഞേ, അങ്ങനെ സ്വിച്ചിട്ട് പോലൊക്കെ കരയാൻ പറ്റുമോ? പറ്റില്ല. എനിക്കൊരു സുഹൃത്തുണ്ട്. ആള് ദേവാലയത്തിൽ കയറി പരിശുദ്ധന്റെ മുമ്പിലിരുന്നാൽ അന്നേരം മുതൽ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കൊടുകൂടാ ഒഴുകാൻ തുടങ്ങും. കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ നമുക്ക് എന്നാൽ പിന്നെ ഞാനും പോയിരുന്നിട്ട് എന്നാ കണ്ണുനീര് ഒഴുകട്ടെ. എന്താ ഒഴുകാത്തത്? ഒന്നും ഒഴുകില്ല. അപ്പോൾ ഈ പ്രയറിനകത്ത് നമ്മുടെ അകം ഉൾച്ചേരാതെ, നമ്മുടെ ആത്മാവ് അതിൽ പങ്കെടുക്കാതെ, നമ്മുടെ അകത്തു നിന്നത് വരാതെ ഒരാൾക്കൊന്നും കരഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും പറ്റില്ല. മനസ്സിലായി? നിങ്ങൾ പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ നിങ്ങൾക്കത് ഹൃദയത്തെ തൊടണമെങ്കിൽ നിങ്ങൾ ആ ആത്മാവിൽ അതിനെ ഏറ്റെടുക്കാതെ പറ്റില്ല. പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാതെ പറ്റില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, പലതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ, അല്ലേ? ഒത്തിരി കാര്യങ്ങളുടെ അർത്ഥം അറിഞ്ഞുകൂടാ. ഒരു എന്ത് അർത്ഥം ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നവർ നാണം കെടുത്തേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എല്ലാം എനിക്കും അറിയണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ അർത്ഥം അറിയാതെ, ഈശോ സമരിയക്കാരോട് പറഞ്ഞില്ലേ, നിങ്ങൾ അറിയാത്തതിനെ
സമരിയാക്കാരോട് ഈശോ എന്നാ പറഞ്ഞേ? നിനക്ക് സുഖമാണോ? പിള്ളേരൊക്കെ എത്ര ഉണ്ട്? എന്താ ഈശോ സമരിയാക്കാരോട് എന്താ ചോദിച്ചേ? നിങ്ങൾ ചുമ്മാ ഒരുമാതിരി. സമരിയാക്കാരോട് ഈശോ എന്തെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും ചോദിച്ചോ? പിള്ളേരെ സമരിയാക്കാരിയോട് എന്തെങ്കിലും ചോദിച്ചോ? കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു അല്ലേ? കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ കുടിക്കാൻ വെള്ളം തരാൻ പറഞ്ഞപ്പോൾ അവളെന്താ പറഞ്ഞു? നാരങ്ങ വെള്ളം വേണോ, മാംഗോ ജ്യൂസ് വേണോ എന്താ പറഞ്ഞേ? എന്താ അവള് പറഞ്ഞു, നീ യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്താ പറഞ്ഞേ? നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അവന് തരാൻ പറ്റുന്നത് എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, പിന്നെ നിൻ്റെ കയ്യിൽ പിന്നെ പാളയും കയറൊന്നും ഇല്ലല്ലോ, തൊട്ടിയും കയറും, നീ കിണറാണെങ്കിൽ ആഴമുള്ളതും, നീ എങ്ങനെ വെള്ളം കോരും? ചുമ്മാ തള്ളാതെ സാറേ എന്ന് ആര് പറഞ്ഞു? സമരിയാക്കാരി പറഞ്ഞു. ഉടനെ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് ജീവന്റെ ജലം തരും, പിന്നെ നിനക്ക് വെള്ളം വരേണ്ടി വരത്തില്ല, അത് നിനക്ക് നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ട് മാറും. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലോ സാറേ, ആ വെള്ളം എനിക്ക് തരാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് വെള്ളം കോരാൻ വരണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ആ വെള്ളം തരാം, നിൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, കുച്ച് നഹി ഹേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്ത് പറഞ്ഞു? ശരിയാണ്, നീ ഉണ്മയാണ് ചൊല്ലിയിട്ടെ. എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് സത്യമാണ്. എന്താണ്? നിനക്ക് ഭർത്താവില്ല, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, എനിക്കതറിയാം കേട്ടോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഉടനെ വിഷയം മാറ്റാൻ വേണ്ടി അവൾ പറഞ്ഞു, യഹൂദന്മാർ പറയുന്നു ജെറുസലേമിൽ പോയി ആരാധിക്കണമെന്ന്. വിഷയം മാറ്റണം. എന്തിനാ? കെട്ടിയവനെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പഴയ കാര്യമെല്ലാം കർത്താവ് പിടിച്ച് കുടഞ്ഞിട്ടു. അപ്പോൾ അവിടെ ഭയങ്കര രസകരമായൊരു സംഭവമുണ്ട്. അതായത് യേശുവും ശിഷ്യന്മാർ എവിടുന്ന് വരികയാണ്? ഈ സമരിയാക്കാരിയോട് സംസാരിക്കുന്ന സമയത്ത് യേശുവും ശിഷ്യന്മാർ എവിടുന്നാണ് വന്നേ? എവിടുന്ന ഈ വന്ന യേശുവും ശിഷ്യന്മാരും? എറണാകുളത്തു നിന്നോ? ജെറുസലേമിൽ നിന്നാണ് വന്നത്. നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ. ജെറുസലേമിൽ നിന്നാണ് വന്നത്. ജെറുസലേമിൽ നിന്ന് അവർ എവിടേക്ക് പോവുകയായിരുന്നു? ജെറിക്കോയിലേക്ക് അല്ല, അവർ യേശുവിൻ്റെ ഗലീലയിലേക്ക് പോകുമായിരുന്നു. ജെറുസലേമിൽ നിന്ന് ഗലീലയിലേക്കുള്ള യാത്രാമധ്യയാണ് സിക്കാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറുള്ള സ്ഥലത്ത് യേശു വന്ന് അവിടെ മടുത്ത് ക്ഷീണിച്ച് കർത്താവ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ച് ബൈബിൾ വായിക്കണം കേട്ടോ. അപ്പോൾ അവിടെ വന്നിരുന്നു. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്തു? ഒരു സമരിയാക്കാരി വെള്ളം കോരാൻ വന്നു. ഇപ്പോൾ യേശു ശിഷ്യന്മാർ എല്ലാം കൂടെ എത്ര പേരുണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എത്ര ഉണ്ട്? 13. 13 പേരുണ്ട്. ഇപ്പോൾ 13 പേരാണ് മൊത്തം ഉള്ളത്. ഈ 13 പേരിൽ ഈ സമരിയാക്കാർ വരുന്ന സമയത്ത് എത്ര പേരുണ്ട് അവിടെ? ഈശോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരവിടെ പോയി ഭക്ഷണം വാങ്ങാൻ പോയിരുന്നു. ലോകത്ത് വല്ലവരും ചെയ്യുന്ന കാര്യമാണോ? 13 പേർക്ക് ഫുഡ് വാങ്ങിക്കാൻ 12 പേര് പോവും. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി. എനിക്കത് വായിച്ചിട്ട് ഒരു എത്തും പിടി. ഇതെന്താ എന്തൊരു നാണം കെട്ട പരിപാടി. അത് നട്ടുച്ച വെയിലത്ത്, മനുഷ്യൻ എരിപൊരി വെയിലത്ത്, ഉഗ്ര ഗ്രീഷ്മതാപം തലയ്ക്ക് മുകളിൽ, അത്രയും നട്ടുച്ച കത്തുന്ന വേവിൻ്റെ താഴെ ഈ മണലാരണ്യത്തിലൂടെ നടന്നു വന്നവന്മാർ 13 പേർക്ക് ആഹാരം വാങ്ങാൻ എത്ര പേര് പോയി? 12 പേര്. മണ്ടന്മാർ. 1-2 പേര് പോയിട്ട് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പോരെ? 13 പേര് പോയിരിക്കുകയാണ്. അപ്പം ഞാനിത് വായിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇത് ഞാൻ ഈ കമൻട്രി എല്ലാം നോക്കി. എന്താ ഇതെന്തിനാ ഈ 13 പേര് 12 പേര് പോയത്? എനിക്കത് മനസ്സിലായില്ല. പിന്നാണ് എനിക്കത് മനസ്സിലായത്. കുറേ നാൾ കഴിഞ്ഞാൽ മനസ്സിലായത്. എന്തെന്നറിയാമോ? കർത്താവ് നിർബന്ധിച്ച് വിട്ടതാണ്. ആരെ? ഈ 12 എണ്ണത്തെയും. അപ്പോൾ പത്രോസ് പറഞ്ഞില്ല, ഞാൻ നിനക്ക് ആരെങ്കിലും വേണം, അറ്റാക്കൊക്കെ വരാൻ, സിംഹമൊക്കെ വരുന്ന വഴിയാണ്, ഞാൻ നിന്നെ കൂടെ ഇല്ലില്ല പോയി എല്ലാവരും പോയി, നിങ്ങൾ ഒരുമിച്ച് പോകുമോ? ഒരുമിച്ച് പോയി വാങ്ങിച്ചോണ്ട് എല്ലാവരും പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞു പോയി നിർബന്ധിച്ച്. ഇതാണ് നമ്മുടെ കുമ്പസാരക്കൂട്. എന്താ? ഈ സിക്കാറിലെ യാക്കോബിൻ്റെ കിണറ്റുങ്കരയാണ്. അതുകൊണ്ടാണ് കർത്താവ് എന്ത്? നമ്മുടെ സ്വകാര്യതകളെല്ലാം ഈശോ കേൾക്കുന്നത് മറ്റൊരാളുടെ സാന്നിധ്യമില്ലാതെയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതാണ് കർത്താവിന് നമ്മുടെ ജീവിത തിന്മ നിറഞ്ഞ ഭൂതകാലത്തോടുള്ള ദൈവത്തിൻ്റെ സമീപനം.
നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തിന്മകൾ ദൈവം പരിഗണിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും അനുദമിക്കണമെന്നും അവിടുത്തെ പക്കലേക്ക് മടങ്ങി വരണമെന്നാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, സന്ദർഭവശാൽ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ, ഇവൾക്ക് വന്ന ബലഹീനത, പാവത്തിന് വന്ന പാപങ്ങളെല്ലാം കർത്താവ് എന്ത് ചെയ്ത് കുടഞ്ഞിട്ടു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്കറിയാമെന്ന് പറഞ്ഞു. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എനിക്കറിയാം. എല്ലാം അറിഞ്ഞല്ലേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവും അല്ല. തീർന്നു. അപ്പോൾ ഉടനെ വിഷയം മാറ്റാൻ വേണ്ടി ചേച്ചി പറഞ്ഞു, എന്താ വിശക്കുന്നുണ്ടോ, ഞാൻ ചോറ് തരട്ടെ, ചോറ്. അങ്ങനെ വിഷയം മാറ്റാൻ വേണ്ടി നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവള് പറഞ്ഞു, യഹൂദന്മാർ പറയുന്നു ജെറുസലേമിനാണ് ആരാധിക്കേണ്ടത്, എന്നാൽ ഞങ്ങളെ പിതാക്കന്മാർ പറയുന്നു ഈ മലയിലാണ്, ഗരിസീം മലയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. നീ എന്നാ പറയുന്നു? ഉടനെ കർത്താവ് പറഞ്ഞു, ഈ മലയിലോ ആ മലയിലോ അല്ല, മറിച്ച് യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. കർത്താവ് പറയുകയാണ്, യഥാർത്ഥ ആരാധകർ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലുമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ ആരാധന വരുന്നത് അകത്തു നിന്നാണ്, പുറത്തു നിന്നല്ല. ആരാധന വരുന്നത് വായിൽ നിന്നല്ല, ചങ്കിൽ നിന്നാണ്. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അത് ഞാൻ പറഞ്ഞു, കരച്ചിലൊക്കെ വരുന്നത് ആർട്ടിഫിഷ്യൽ അല്ല, മറിച്ച് ഇത് അകത്തു നിന്ന് വരികയാണ്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരാളുടെ കണ്ണ് നിറയുകയാണ്, യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ കരഞ്ഞു പോവുകയാണ്, കർത്താവേ എന്ന് വിളിച്ച് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ഉള്ളൊരുക്കുകയാണ്. അത് വരുന്നത് ഈ അകത്ത് നടക്കുന്ന ആത്മാവിലും സത്യത്തിലും നടക്കുന്ന ആരാധനയിൽ നിന്നാണ് അത്തരം ചില ഭാവങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞ വാചകമാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയാത്തതിനെ ആരാധിക്കരുത്, അറിയാതെ ആരാധിക്കരുത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മൾ ഈ കുർബാന പുസ്തകം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? അതെടുക്കണം. എടുത്തിട്ട് അതിനകത്ത് പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ പൗലോസ് ശ്ലീഹ ധന്യൻ ചൊൽ കേട്ടതിന് ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ആര് കേട്ടെന്നായി പറയുന്നത്? പൗലോസ് ശ്ലീഹ കേട്ടെന്നോ? മനസ്സിലായോ? ഞാൻ ചോദിക്കാൻ പോയാൽ നിങ്ങൾ നാണം കെടും, എനിക്കറിയാം. അതായത് നമുക്കത് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ഇനി അറിയാത്തത് കൊണ്ട് നരകത്തിൽ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ആരാധനയുടെ നന്മ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റില്ല. അറിയാതെ ആരാധിച്ചാൽ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇത് പാടുന്നുണ്ട് അല്ലേ? ശരണം മൃഗത്തന്നോയപ്പം നീ തന്നെ. അതായത് ഈ ഭൂമി മുഴുവൻ നിന്നെ നമിക്കുന്നു, ഭൂവാകെ നമിക്കും നിന്നെ. പിന്നെന്താ? എല്ലാ നാവും, എല്ലാ മുട്ടുകളും അടങ്ങും, എല്ലാ നാവുകളും അങ്ങയുടെ സ്തുതികൾ പാടും, അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എല്ലാ നാവുകളും. അപ്പോൾ ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. പിന്നെ കബറടക്കിയവരുടെ, ഇപ്പം അടക്കപ്പെട്ട് ശവകുടീരങ്ങളിൽ കിടക്കുന്നവരുടെ ശരണം നീയാണ്. പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതും നീയാണ് എന്ന് പറഞ്ഞാണ് ആരാധിക്കുന്നത്. അപ്പോൾ അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ എന്താ അത്? നമുക്കൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് അതിൻ്റെ അർത്ഥം കിട്ടും. അത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിന്ന്. അന്നേരം വീട്ടിലെ പശുവിനെ കിട്ടിയില്ല, കോഴിക്കോട്ട് അടച്ചില്ല, അന്നേരമാണ് ഇനി കലമാടം കുടിച്ചിട്ട് വന്ന് കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇത് പാടിക്കൊണ്ടിരുന്നാൽ ഇത് ആരാധന അനുഭവം ആവില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ആരാധന സജീവമാവില്ല. ആരാധന സജീവം ശരിക്കും അത് ഉള്ളറിഞ്ഞ് പാടണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവസിക്കും എന്നുറക്കെ പറയാവോ? ഹല്ലേലൂയാ. പോട്ടെ, വിഷയമെല്ലാം മാറി പല സ്ഥലത്തേക്ക് പോവാണ്, എന്നാലും വേണ്ടില്ല. ലൂക്കാ 11 നമ്മൾ നിൽക്കുന്നത്. ലൂക്കാ 11:1. അവൻ ഒരിടത്ത് തനിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്പസ്തോലന്മാർ അവൻ്റെ അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. എന്നൊക്കെ പറഞ്ഞേ, കർത്താവേ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പോൾ യേശുവിന് മാത്രമേ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് രാത്രി പറയാനുള്ള ആദ്യത്തെ കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആദ്യം പ്രാർത്ഥിക്കണം.
റോമാലേഖനം 8:26 തിരുവചനം. റോമാലേഖനം 8-ാം അധ്യായം 6 തിരുവചനം. റോമർ 8:26. റോമർ 8:26 വായിക്കാമോ? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. റോമർ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാ പ്രശ്നം. മനസ്സിലായോ? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലത്. മനസ്സിലായാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടുകയും ചെയ്യും. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഇവിടെ പറയുകയാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക്. അപ്പം നിങ്ങൾ സമ്മതിക്കുമോ ഇത്? യെസ് ഓർ നോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടെ? എന്തെല്ലാം പ്രാർത്ഥന നിങ്ങൾക്കറിയാം. സ്വർഗ്ഗസ്ഥനായ പിതാവെ അറിയാം, നന്മ നിറഞ്ഞ മറിയം അറിയാം, കൊന്തയെല്ലാം അറിയാം, നൊവേനയെല്ലാം അറിയാം, കരുണക്കൊന്തയെല്ലാം അറിയാം, സ്വയം പ്രേരിത പ്രാർത്ഥന നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം, സ്പോണ്ടേനിയസ് പ്രയർ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുകയാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? പ്രാർത്ഥിക്കാൻ അറിയാം, പിന്നെന്താ അറിയാത്തേ? വേണ്ട വിധം. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എന്താണ് ഈ വേണ്ട വിധമുള്ള പ്രാർത്ഥന? എന്താണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെല്ലാം വേണ്ടിയാണ്? ഇപ്പം എന്തിനല്ല? നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നാൽ, സത്യസന്ധമായിട്ട് തുറന്നു പറയണം, നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നാൽ എന്തെല്ലാമാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വിഷമം. ശരിയാണോ? നിങ്ങൾ തുറന്ന് സമ്മതിക്കുന്നതിന് ഒരു വിഷമവും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ സാധാരണഗതിയിൽ ദൈവമക്കള് ദേവാലയങ്ങളിൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖം. ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ? ശരിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ് അതല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും നല്ല പാഠങ്ങളിലൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കേൾക്കാൻ നിങ്ങളുടെ ചെവി തുറക്കപ്പെട്ടാൽ, ശ്രദ്ധിച്ചിരുന്നാൽ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. ഇതല്ല പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, നിങ്ങളൊരു രഹസ്യം പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യവും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ഞാൻ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിലെ അനേകം വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്, അനേക വർഷങ്ങളുടെ എന്നെ വളരെ അടുത്തറിയാവുന്ന, ഇപ്പം ഈ ഇടവകയിൽ നിന്ന് തന്നെ ആളുകൾ നമ്മുടെ മൗണ്ട് കാർമലിൽ വന്നിട്ടുണ്ട്. വന്നിട്ട് അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛാ ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നേ? ഇതെങ്ങനെയാണ് റൺ ചെയ്യുന്നേ? എങ്ങനെ ഇത് ആരാണ് ഇത് സഹായിക്കുന്നത്? എന്തെല്ലോ കാര്യങ്ങളാണ് നടക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്ത്. ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഒരുപാട് മിഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ആന്ധ്രയിൽ, ഛത്തീസ്ഗഡിൽ, ഒറീസയിൽ, പഞ്ചാബിൽ പള്ളികൾ പണിയുന്നുണ്ട്, ഗ്രാമങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്? അപ്പോൾ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ നടക്കുന്നത്? ഞാനും അത്ഭുതത്തോടെ ചിന്തിച്ചിട്ടുണ്ട്, ദൈവം ഇതൊക്കെ എങ്ങനെ നടക്കുന്നത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അപ്പം നിങ്ങൾ പറയും ഡാനിയലച്ചൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കും, വിൽസനച്ചൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കും, ആദർശച്ചൻ പ്രാർത്ഥിച്ചിട്ട് അല്ല. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദൈവമേ ഇവിടുത്തെ ഭൗതിക ആവശ്യങ്ങൾ നടക്കണേന്ന് പറഞ്ഞിട്ട് അവിടെ ആരും പ്രാർത്ഥിക്കുന്നേ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ജീവിതത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് നമുക്ക് ധ്യാനകേന്ദ്രം ഉണ്ടാവണം, നമുക്ക് ബൈബിൾ വില്ലേജ് ഉണ്ടാവണം, ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹങ്ങൾ ഇവിടെയൊക്കെ നിന്ന് ഈ ആൾക്കാരിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിലും പറഞ്ഞ ഞാനായതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം, അതായത് ഇവിടെ ഈ നമ്മുടെ ഈ ആൾക്കാരെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ? ദൈവമേ ഒരു ധ്യാനകേന്ദ്രം. ഒന്നുമില്ല, കാശില്ല കയ്യിൽ, ഒന്നുമില്ല, നത്തിങ്. ഉണ്ടായിരുന്ന ജോലി പോലും ഇല്ലാതായി, ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഒരു കാര്യം, ഒരു വകുപ്പ് മുന്നിൽ കാണാതിരിക്കുന്ന സമയത്ത് നമ്മൾ പക്ഷെ ആഗ്രഹിക്കുകയാണ്, എന്താ? ദൈവമേ ഒരു ബൈബിൾ ഗ്രാമം, ദൈവമേ ഒരു ധ്യാനകേന്ദ്രം, വചനം പഠിപ്പിക്കാൻ ഒരു സ്ഥലം. ദൈവവും ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തു. ചിന്തിക്കാനാവാത്തതുപോലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. പക്ഷേ അതിന് നമ്മൾ എന്ത് ചെയ്യുക? പേപ്പറും പേനയും എടുത്ത് ഇരുന്ന് എഴുതി കർത്താവേ ഭൗതിക കാര്യങ്ങൾ താ, ഭൗതിക കാര്യങ്ങൾ താ, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. സത്യസന്ധമായിട്ട് ഞാൻ ഒരു ആൾക്കാരുടെ മുമ്പിൽ നിന്നല്ലേ ഈ പറയുന്നത്. ദൈവം കേൾക്കുന്നില്ലേ? ഞാനീ പറയുന്ന കള്ളമാണെങ്കിൽ കർത്താവ് അവിടുത്തെ കൈ പിൻവലിക്കില്ലേ? ഞാൻ ഈ നുണയല്ലാണ് പറയുന്നെങ്കിൽ അല്ലേ? ദൈവം കൈ പിൻവലിക്കും ഞാനീ പറയുന്ന നുണയാണെങ്കിൽ.
അപ്പോൾ പക്ഷെ ഒരു ഭൗതികർ എനിക്ക് ഒരിക്കൽ നമ്മൾ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞു ഷട്ടൊക്കെ കിട്ടി അവിടെ നമ്മളിങ്ങനെ ജീവിക്കുന്ന കാലത്ത് എനിക്കൊരു നല്ല ആത്മീയ ഉപദേശം ദൈവം ഒരാളിലൂടെ തന്നു. അതായത് ഒരു വചനമാണ് വെളിപ്പെടുത്തി തരുന്നത്. ആ വചനം ഇതാണ്, നിങ്ങൾ എടുക്കണത്. ലൂക്കാസ് സുവിശേഷത്തിൽ നിങ്ങളിത് അറിഞ്ഞോ, നിങ്ങൾക്കിത് ഗുണപ്പെടും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ ഒരിക്കൽ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം അദ്ദേഹം സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്നെ ഇത് വല്ലാതെ സ്പർശിച്ചു ഈ വചനം. ഞാൻ അന്ന് വരെ ഒരുപാട് തവണ ഞാനിത് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ വചനം അന്ന് എൻ്റെ അകത്തേക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് വായിക്കാം, 1 മുതൽ വായിക്കാം. 18:1 മുതൽ, ലൂക്കാ 18:1 മുതൽ ഉറക്കെ വായിക്കാമോ? ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു ഈ കഥ അവരോട് പറഞ്ഞു. അപ്പൊ യേശു ഈ കഥ പറഞ്ഞു. എന്താണ് ഈ കഥയുടെ ഉദ്ദേശം? നിങ്ങളൊന്ന് സജീവമാവണം. എന്താ ഈ കഥയുടെ ഉദ്ദേശം? എന്താണ്? ഭഗ്നാശരാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിരാശര. അപ്പൊ ഈശോ പറയാം നിരാശരാവാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി യേശു ഈ കഥ പറഞ്ഞു. അപ്പൊ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് എന്താ സന്ദേശം? മോറൽ ഓഫ് ദ സ്റ്റോറി പറ. നിരാശപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും കർത്താവിനെ വിളിച്ച് ജീവിക്കണം, എപ്പോഴും നാവിൽ ഈശോദൻ നാമം, നാവിൽ എൻ്റെ ഈശോയുടെ നാമം. അപ്പൊ ഈശോന്ന് വിളിച്ച് ജീവിക്കണം. അതാണ് കഥ പറഞ്ഞത്. എന്താണ് കഥ? വായിച്ചേ. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. അപ്പോൾ ന്യായാധിപന്റെ പ്രത്യേകത എന്താ? അവന് ദൈവത്തെയും ഭയമില്ല, മനുഷ്യരോട് ബഹുമാനമില്ല. ഇതിൽ എന്തെങ്കിലും ഒന്ന് വേണ്ട. നമ്മൾ പറയത്തില്ലേ, ഒന്നീ ദൈവത്തെ പേടി വേണം, അല്ലെങ്കിൽ മനുഷ്യരെ അല്പം ശങ്ക വേണം, മനുഷ്യരോട് ഇതൊന്നും ഇല്ലാത്ത ജാതികളുണ്ട്. അതായത് ദൈവത്തെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ല. അപ്പം അങ്ങനെയുള്ള അപ്പോൾ കർത്താവ് പറയാണ് അങ്ങനെ ഒരുത്തൻ ആ പട്ടണത്തിലുണ്ടായിരുന്നു. ഒന്നേ ഉള്ളല്ലോ കാര്യം. അങ്ങനെ ഒരുത്തൻ ആ പട്ടണത്തിലുണ്ടായിരുന്നു. എന്താ കാര്യം? അവൻ ദൈവത്തെ ഭയപ്പെടുത്തുമില്ല, മനുഷ്യരെ മാനിക്കത്തുമില്ല. ഇനി ആ പട്ടണത്തിൽ വേറെ ആരുണ്ടായിരുന്നു? ഒരു വിധവയും ഉണ്ടായിരുന്നു. ആ വിധവ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മച്ചി വന്ന് പ്രാർത്ഥിച്ചു. അമ്മച്ചി ഭർത്താവൊക്കെ മരിച്ചുപോയി, അമ്മച്ചി തന്നെ ഉള്ളൂ. അയലോക്കക്കാരനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അമ്മച്ചി വന്നിട്ട്, ജഡ്ജി യമാനെ നീതി നടത്തി തരണേ, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് തീർപ്പാക്കി തരണേ എന്നെല്ലാ ദിവസവും വന്ന് പറയുമായിരുന്നു. കുറേ നാളത്തേക്ക്, വായിക്കേ 4-ാമത്തെ വാക്യം, കുറേ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. എന്തുകൊണ്ടാ? അവൾ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്. അതായത് എപ്പോഴും രാവിലെ ഇയാൾ പല്ല് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി കയറി വരികയാണ്. ഇയാൾ വണ്ടിയെക്കാരൻ തുടങ്ങുമ്പോൾ അമ്മച്ചി കയറി വരികയാണ്. വൈകിട്ട് ജോലി കഴിഞ്ഞ് കോടതിയിൽ നിന്ന് ഇയാൾ തിരിച്ചു വരുമ്പോൾ അമ്മച്ചി താണ്ട വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മച്ചി വന്ന് നിൽക്കുകയാണ്. ഈ അമ്മച്ചയെ കൊണ്ട് ശല്യമായി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല, എങ്കിലും അമ്മച്ചി എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, ഞാൻ അവൾ നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. 6-ാമത്തെ വാക്യം ഉച്ചത്തിൽ വായിക്കണം, വലിയ മെസ്സേജ് ഉണ്ട് അതിനകത്ത്. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവൻ. അങ്ങനെയെങ്കിൽ അതാണ് ഞാൻ ഓർക്കുന്നുണ്ട്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഈ ഗമ പറയാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഏത് സ്ഥലത്ത് വെച്ചാന്നൊന്നും പറയുന്നില്ല. അതായത് ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ വചനം എൻ്റെ അകത്തോട്ട് കയറിയത്. ഈ വാക്യമാണ്. അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവിടുന്ന് അതിന് കാലതാമസം വരുത്തുമോ? ആർക്കാണ്? രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് അന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ സംസാരിച്ചു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ദൈവമേ, ഞാനിങ്ങനെ ഒരു വിജനപ്രദേശത്തെ മൂങ്ങയെ പോലെ ഇവിടെ വന്നിങ്ങനെ ഈ കാട്ടിലിരിക്കുകയാണ്. ദൈവമേ, ഇവിടെ എന്നാ നടക്കാം? വലിയ 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 സംരംഭങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ. പക്ഷെ ഒന്നുമില്ല, 5 പൈസ എടുക്കാനില്ല, ഒന്നുമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം തരികയാണ്, രാവും പകലും
ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അയ്യോ, ഞാൻ നേരെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ ആളുകളെ വിളിച്ചു കൂട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ വോളണ്ടിയേഴ്സ്, നമ്മൾ സ്നേഹമുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. എന്താ സംസാരിച്ച്? രാവും പകലും നമ്മൾ കർത്താവിനെ വിളിച്ച് കരയണം. വേറെ സംഭവമൊന്നുമില്ല. രാവും പകലും നമ്മൾ കർത്താവിനെ വിളിച്ച് കരയണം. രാവും പകലും എന്ന് പറഞ്ഞാൽ നിർത്താതെ ദൈവത്തെ വിളിക്കണം, നിർത്താതെ. എന്നാണ് എൻ്റെ അർത്ഥം. നിർത്തരുത്, ഇടവേള കൊടുക്കരുത്, നിർത്താതെ വിളിച്ചോണം. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ ബോധ്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് നമുക്ക് രാത്രിയും പകലും കർത്താവിനെ ആരാധിക്കാം. അവർ ചോദിച്ചു, എത്ര നാളത്തേക്ക്? ഞാൻ പറഞ്ഞു, ലോകാവസാനം വരെ, കർത്താവ് വീണ്ടും മടങ്ങി വരുന്നത് വരെ. എങ്ങനെ നടക്കും? എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ദൈവമാണൊരു കാര്യം സംസാരിച്ചതെങ്കിൽ ദൈവം അത് നടത്തിയിരിക്കും. ദൈവമാണൊരു കാര്യം സംസാരിച്ചതെങ്കിൽ ദൈവം അത് നടത്തിയിരിക്കും. അപ്പം അതുകൊണ്ട് അതെനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരാൾക്ക് ഇരിക്കാവോ? അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇരിക്കാച്ചാ. ഞാൻ പറഞ്ഞു, നിനക്ക് വീട്ടിൽ അരി വാങ്ങിക്കാനുള്ളത് ഞാൻ തരാം. 8 മണിക്കൂർ നീ ഇവിടെ പരിശുർവാനയുടെ മുമ്പിൽ ഇരിക്കണം. പറ്റുമോ? പറ്റും. അടുത്ത ആളോട് ഞാൻ ചോദിച്ചു, നിനക്കൊരു 8 മണിക്കൂർ ഇരിക്കാവോ? അപ്പോൾ അടുത്ത ആൾ പറഞ്ഞു, ഞങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നോളാം. വേറൊരാളോട് ഞാൻ ചോദിച്ചു, 8 മണിക്കൂർ ഇരിക്കാവോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരെ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 3 പേര് 24 ഒരു ദിവസമായി. അപ്പോൾ എന്ത് ചെയ്യുന്നു? 8 മണിക്കൂർ ഒരാളിരിക്കുന്നു, അടുത്ത 8 മണിക്കൂർ ഒരാളിരിക്കുന്നു, അടുത്ത 8 മണിക്കൂർ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ അവർ മാത്രമല്ല, ബാക്കി ആളുകളൊക്കെ മാറി വന്നിരിക്കും. പക്ഷേ നമുക്ക് ഒരു കാര്യം എന്താണ്? രാത്രിയും പകലും ഇവിടെ ആരാധന നടക്കണം, മുടങ്ങാൻ പാടില്ല. അതാണ് ദൈവം സംസാരിച്ചത്. ഈ രാവും പകലും വിളിച്ച് കരഞ്ഞോണം, അന്നേരം ദൈവം നീതി നടത്തി തരും. അതാണല്ലോ ദൈവം സംസാരിച്ചിരിക്കുന്നത്. നമ്മളൊരു പൊട്ടനെ പോലെ ഈ എഴുതിയിരിക്കുന്ന വചനം അങ്ങ് വിശ്വസിച്ചിട്ട് രാത്രിയും പകലും എന്ത് ചെയ്തു? ഇവർക്ക് ഈ ഒരാൾക്ക് ഒന്നും കൊടുക്കണ്ട, ബാക്കി 2 പേർക്കും അത്യാവശ്യം അവർക്ക്, കാരണം പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കണം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരുന്നു. ഇപ്പം ഏതാണ്ട് 4.5 കൊല്ലമായി രാത്രിയും പകലും. ഇപ്പം ആരെയും കാശ് കൊടുത്തിരുത്തേണ്ട കാര്യമില്ല. ഇപ്പം അവിടെ എപ്പോഴും ആളുണ്ട്, രാത്രിയും പകലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരിക്കൽ തൃശ്ശൂരിനടുത്തൊരു സ്ഥലത്തൊരു കൺവെൻഷന് പോയപ്പോൾ 2 സഹോദരിമാർ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ മാമോദീസ സ്വീകരിച്ചിട്ടില്ല, മാമോദീസ തരാവോ? ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തിന് ഇവിടുന്ന് ബസ്സുണ്ടോ? ഉണ്ട്, എന്നാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ബസ്സിന് കയറി ചേച്ചിമാർ 2 തിരുവനന്തപുരത്തിന് വന്നു. ഞാനിവരെ പഠിപ്പിച്ചെടുത്തിട്ട് 2 പേർക്ക് മാമോദീസ കൊടുത്തു. ഒരാൾ UK മകളിലൂടെ തിരിച്ചുപോയി. മറ്റേ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിനി തിരിച്ചു പോയാൽ എൻ്റെ മക്കൾക്കൊന്നും വിശ്വാസമൊന്നുമില്ല, ഞാനിവിടെ കാണും കൂടിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ധ്യാനകേന്ദ്രം നമ്മൾ തുടങ്ങി വരുന്ന കാലമാണ്, താമസിക്കാൻ സൗകര്യമില്ല, അമ്മച്ചി ഇവിടെ താമസിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു വാടക വീട് എടുത്ത് തരട്ടെ, അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാടക വീട് എടുത്തു കൊടുത്തു. ആ അമ്മച്ചി വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ തുടങ്ങി. രാവിലെ 9 തൊട്ട് വൈകിട്ട് വരെ. ഇപ്പം ആ അമ്മ ഇരിക്കും. രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെ ആ അമ്മച്ചി ഇരിക്കും. മനസ്സിലായോ? കൊല്ലം 4 പറഞ്ഞോ ഹല്ലേലൂയാ. മനസ്സിലായി? അതായത് ഈ രാത്രിയും പകലും എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ ആരാധന മുടങ്ങാതിരിക്കാൻ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ? നമ്മൾ ഈ ആരാധന മുടങ്ങരുത് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പോലും ഇത് മുടങ്ങരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കണം. അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ 4.5 കൊല്ലമായിട്ട് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരൊറ്റ കാര്യം പോലും പ്രാർത്ഥിക്കാതെ ഓരോന്ന് ദൈവം ചെയ്യാൻ തുടങ്ങി. ദൈവം ചെയ്തതൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ദൈവം ഇങ്ങനെ ഓരോന്നങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളിങ്ങനെ വായും പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ലോൺ എടുക്കേണ്ടി വന്നിട്ടില്ല, കടവില്ല, ഒരു ബാധ്യതയില്ല, 5 പൈസയുടെ കടവില്ല. ദൈവം എന്ത് ചെയ്തു? എല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ചെയ്തു തന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദൈവവചനമായിട്ട് പോകുമ്പോൾ ഒരാളെടുത്ത് പോലും പോയി പൈസ തരാവോ, സഹായിക്കാവോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ ദൈവം തന്നിട്ടില്ല. അങ്ങ് ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ആരോടും പോയി ചോദിക്കരുത്, അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ചോദിക്കത്തില്ലായിരുന്നോ? പണ്ടേ വന്ന് ഞാൻ ചോദിച്ചേനെ നിങ്ങളോടാണ് ആദ്യം ചോദിക്കേണ്ടത്. സത്യത്തിൽ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ സമാധാനമായി. അയ്യോ, ഇയാൾ പൈസയൊക്കെ എങ്ങാണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പോൾ ദൈവം ഞാൻ എന്തിനാ പറയുന്നറിയാം? അതൊന്നും ആരോടും പറയാത്ത കാര്യങ്ങളിത് എന്തിനാ പറയുന്നറിയാമോ? എന്താ പറയുന്നേ? പറ. ഇത് രാവും പകലും വിളിച്ചോണം. രാവും പകലും ദൈവത്തെ വിളിച്ച് കരയുന്നവന് ദൈവം നീതി നടത്തി കൊടുക്കും.
അപ്പം ഞാൻ എന്ത് പറഞ്ഞെന്നറിയാമോ? അതായത് ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഭൗതിക കാര്യങ്ങൾ ഒന്നിനും വേണ്ടി, ഒരു കാര്യത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, വേണ്ട, എന്നെ വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ ദൈവമേ എന്നൊരു വിചാരത്തിൽ ജീവിക്കുക, ദൈവമേ എന്ന് വിളിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ വചനം വായിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ ആരാധിക്കുക, കർത്താവിനോട് ഹൃദയം ചേർത്ത് വെക്ക്. ദൈവം എന്നുള്ളൊരൊറ്റ വിചാരം തലയ്ക്കകത്ത് കൊണ്ടുപോവാ, ബാക്കി കാര്യമൊക്കെ വിട്. എല്ലാം ദൈവം അത്ഭുതകരമായി നടത്തിത്തരും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാം ദൈവം അത്ഭുതകരമായി നടക്കും. ഞാൻ ഇന്നലെ രാത്രി തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ശുശ്രൂഷ കൂടിയ ഒരു സഹോദരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് ഇതാണ്: മഹാത്ഭുതം, വലിയ അത്ഭുതം. ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ച് പോയി. 4 കിലോമീറ്റർ പെട്രോൾ പമ്പിന് 4 കിലോമീറ്റർ മുമ്പ് പെട്രോൾ തീർന്നു. ദൈവമേ, മഴയും വരുന്നു. ഞാനിനി 4 കിലോമീറ്റർ വണ്ടി ഉന്തോണമല്ലോ എന്ന് ഓർത്തിട്ട്, എൻ്റെ കർത്താവേ, ഞാൻ ഈ രാത്രി മഴയും നനഞ്ഞുകൊണ്ട് വണ്ടി ഉന്താം, വചനം കേൾക്കാൻ പോയിട്ട് എന്നെ ഇടവരുത്തല്ലേ എന്ന് ഓർത്ത് ദൈവമേ എന്ന് വിളിച്ച് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. പെട്രോൾ തീർന്നു. പെട്രോൾ അടിക്കണമെന്ന് ഓർത്തിരുന്നതാണ്, പക്ഷേ മറന്നുപോയതാ. പെട്രോൾ തീർന്നു പോയി. സ്റ്റാർട്ട് ചെയ്തു, വണ്ടി അങ്ങ് പോകാൻ തുടങ്ങി. പോയി പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലെത്തി, പെട്രോൾ തീർന്ന് വണ്ടി നിന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഈ 4 കിലോമീറ്റർ എങ്ങനെയാ വണ്ടി ഓടിയതാ? ആളിനകത്തിരിപ്പുണ്ട്. എങ്ങനെ വണ്ടി ഓടിയേ എനിക്കറിഞ്ഞൂടാ. ആ ആൾ എനിക്ക് രാത്രി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് കിടക്കുന്നു. അപ്പോൾ പറയുകയാണ്, അച്ഛാ ഇങ്ങനെ ഇങ്ങനൊരു അത്ഭുതം സംഭവിച്ചു. ദൈവം എന്നെ മഴ നനയാൻ ഇടവരുത്തിയില്ല. എൻ്റെ കർത്താവ് എന്നെ ഈ 4 കിലോമീറ്റർ വണ്ടി ഉന്താൻ അനുവദിച്ചില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവം ഓരോ ചെറിയ കാര്യത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുന്നുണ്ട്. ദൈവം നിങ്ങളുടെ എന്തോരം ദൈവം കരുതി, കുഞ്ഞുങ്ങളെ മക്കളെയൊക്കെ കർത്താവ് എന്തോരം കരുതി സംരക്ഷിച്ചു. പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ ദൈവം മറുപടി തന്നു. ഞാൻ പറയുന്നത് ഇതൊന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതൊന്നും അല്ല. വചനം പറയുന്നു, റോമർ 8 തിരിച്ചു വാ. റോമർ 8:26 വചനം പറയുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് വായിക്കേ. റോമർ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്നും ആയില്ല കേട്ടോ, ഇന്ന് ഒരിടത്തും എത്തിയില്ല, ഒന്നും ആയില്ല, സമയം തീരാൻ പോവാം. അതായത് നമുക്ക് അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. ശ്രദ്ധിച്ചിരിക്കാമോ? എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കേൾക്കണം. ഇത് ഞാനൊരു 100 പേരോട് പറഞ്ഞാൽ ഒരു 5 പേര് ഇത് ഏറ്റെടുക്കും, എനിക്ക് ഉറപ്പാണ്. ആ 5 പേരുടെ ജീവിതം മാറും. ആ 5 പേര് ദൈവത്തെ അനുഭവിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നതെന്ന് ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് റോമർ 8:29 കിടപ്പുണ്ട്. റോമർ 8:26 ഇപ്പോൾ വായിച്ചത്, 29 കിടപ്പുണ്ട്. 29 അതൊന്ന് വായിച്ചേ. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു. ശ്രദ്ധിക്കാവോ? അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞു. ദൈവം നിങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? യെസ് ഓർ നോ? ഉണ്ട്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം നിങ്ങളെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തതോ, ദൈവം നമ്മളെ വിളിച്ചത്, അവിടെ നമ്മളെ വിളിച്ച് അവിടുത്തെ സ്വന്തമാക്കിയത്, മാമോദീസ തന്നത്, പള്ളിയിൽ വരാനും പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം തന്നത് എന്തിനാണ്? തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ. എന്തായിരുന്നു യേശുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശം? യേശുവിനെ പോലെയാക്കാൻ. എന്താണ് ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാണ് ഒരു വ്യക്തി വിലപിക്കേണ്ടത്? എന്താണ് ഒരു വ്യക്തിയുടെ അകത്ത് കിടക്കേണ്ട ആഗ്രഹം? ഈശോയെ പോലെ ആവണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മളിതൊന്നും ചിന്തിക്കാത്ത, ഇതൊന്നും നമ്മുടെ തലയിൽ വരാത്ത കാര്യങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എൻ്റെ ഭൗതിക കാര്യം നടത്തിത്താ, എൻ്റെ മക്കളെ കെട്ടിച്ച് വിട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് IELTS പാസ്സാക്കി കൊടു, OET പാസ്സാക്കി കൊടു, കാനഡയിൽ എത്തിക്ക്, കല്യാണം നടത്തി കൊടുക്ക്, മക്കളെ കൊടുക്ക്. ഇതേ ഉള്ളൂ പാവപ്പെട്ട മക്കളായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറയുകയാണ്, മക്കളെ ഇതല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താ പ്രാർത്ഥിക്കേണ്ടേ? എൻ്റെ ദൈവമേ എന്നെ ഈശോയെ പോലെ ആക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ യേശുവിനെ പോലെ ആയിട്ടുണ്ടോ? നിങ്ങൾ വേറെ ആരെയും കാര്യം പറയണ്ട. എന്നോട് ചോദിക്കുകയാണ്, ഞാൻ യേശുവിനെ പോലെ ചിന്തിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ സംസാരിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ സഹിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നില്ല, ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുന്നില്ല. ഞാൻ യേശുവിനെ പോലെ ആയിട്ടില്ലെന്ന് മാത്രമല്ല, ഞാനൊരു നല്ല മനുഷ്യൻ പോലും ആയിട്ടില്ല.
പിന്നെ ഞാൻ ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുകയാണ്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നു പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്? പറയൂ. ഈ ദൈവമേ, എന്നെ യേശുവിനെ, എൻ്റെ ഭർത്താവിനെ യേശുവിനെ പോലാക്കണേ, എന്നെ യേശുവിനെ പോലാക്കണേ, എൻ്റെ മക്കളെ യേശുവിനെ പോലാക്കണേ. ഇതായിരുന്നു പ്രാർത്ഥനയുടെ വിഷയം. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി നിങ്ങൾ കേട്ടോ, ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഇതാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന പ്രാർത്ഥനയുടെ വിഷയമെങ്കിൽ, അതായത് യേശുവിനെ പോലാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ദൈവസന്നിധിയിലെത്തും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ ഇന്നും കോപിച്ചിട്ടാണ് വന്നത്. കർത്താവ്, ഇന്നും എനിക്ക് കരുണ കാണിക്കാൻ പറ്റിയില്ല. കർത്താവ്, ഇന്നും എനിക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റിയില്ല. കർത്താവ്, ഇന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി ദ്രവ്യാഗ്രഹവും മോഹവും കോപവും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് ഒത്തിരി ഇറിറ്റേഷനുണ്ട്, എൻ്റെ ഉള്ളിൽ ഒത്തിരി കോപമുണ്ട്. ദൈവമേ, അത് വർഷങ്ങളായിട്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി തിന്മകളൊന്നും മാറിയിട്ടില്ല. കർത്താവേ, ഞാൻ ഈശോയെ പോലെ അല്ല. ഇതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്നെ നിങ്ങൾ വിശ്വസിക്കുക, എന്നെ വിശ്വസിക്കുക. ഞാൻ സത്യം പറയും, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എഴുതി വെച്ചോ, എഴുതി വെച്ചോ. നിങ്ങളുടെ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി പോലും പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് വരില്ല. അത് ദൈവം നടത്തി തന്നിരിക്കും. ഇത് ഉറപ്പാണ്, എന്നെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം തന്നോളാന്ന്, ബാക്കിയെല്ലാം തന്നോളാന്ന്. കർത്താവേ, എനിക്ക് എൻ്റെ കർത്താവിനെ പോലെ ആവണം, പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാവണം. ഞാൻ നാലിച്ചോക്ക്, നിങ്ങൾ നാലിച്ചോക്ക്, എത്ര വർഷമായി മാമോദീസ സ്വീകരിച്ചിട്ട് എന്താ നമ്മുടെ സ്വഭാവത്തിൽ വന്ന വളർച്ച? എങ്ങനെയാണ് നമ്മൾ കുറെ കൂടെ നല്ല മനുഷ്യരായത്? ആയോ? ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ വൈരാഗ്യവും വെറുപ്പും കലഹവും ഭിന്നതയും കലഹവും ദുഷ്ടതയും സ്വാർത്ഥതയും. എവിടെയാണ് നമ്മൾ നന്നായത്? മോഹങ്ങളും. എവിടെയാണ് നമുക്ക് മാറ്റം വന്നത്? എവിടെയാണ് നമ്മൾ വിശുദ്ധരായത്? എവിടെയാണ് നമുക്ക് ഒരു ഉയർച്ച വന്നത്? എവിടെയാണ് നമുക്കൊരു ക്വാളിറ്റി വന്നത്? നമ്മൾ വളർന്നോ? സത്യം പറ, നമ്മൾ വളർന്നോ? കെട്ടിടങ്ങൾ വളർന്നു, വണ്ടിയുടെ വലിപ്പം കൂടി, പോക്കറ്റിൻ്റെ കനം കൂടി, ബാങ്ക് ബാലൻസ് കനത്ത് തുടങ്ങി, ശമ്പളത്തിൻ്റെ അക്കം കൂടി, മക്കളൊക്കെ നല്ല നിലയിലായി. മതിയോ? മതിയോ? കുറച്ചുകൂടെ കരുണ വേണ്ടേ? കുറച്ചുകൂടെ സഹാനുഭൂതി വേണ്ടേ? കുറെ കൂടി മനുഷ്യരോട് സ്നേഹം വേണ്ടേ? കുറെ കൂടി എളിമ വേണ്ടേ? കുറെ കൂടി ഹൃദയം തുറക്കപ്പെടണ്ടേ? കുറെ കൂടെ മനുഷ്യർ രക്ഷപ്പെടണം, ആത്മാക്കൾ രക്ഷപ്പെടണം ദാഹം വേണ്ടേ? വാങ്ങിക്കൂട്ടുക, വാങ്ങുക, ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കുക എന്നതിനപ്പുറത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നൊരു ജീവിതമായിട്ട് മാറണ്ടേ? വളരുന്നില്ല, സഭ വളരുന്നില്ല. കെട്ടിടങ്ങൾ വളർന്നു, സ്ഥാപനങ്ങൾ വളർന്നു, പ്രസ്ഥാനങ്ങൾ വളരുന്നു. സഭ വളർന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും മാറിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും ആ പഴയ കാര്യങ്ങൾ തന്നെ, ചക്കയും മാങ്ങയും ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നിലവിളി ഇതാണ്. കർത്താവ്, അതായത് നമ്മൾ ഒരു 5 മിനിറ്റ് ഈശോയുടെ മുമ്പിൽ ശാന്തമായിട്ടിരുന്നാൽ അപ്പോൾ ദൈവ ഹൃദയത്തിലൊരു വേദന തരും. ഈ വേദന തരും, അതായത് ദൈവജനം, നിങ്ങൾ വളരുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഇപ്പോൾ അച്ഛനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ അവധിക്ക് എൻ്റെ ബാച്ചുകാർ ചില സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വരും അവധിക്ക്, ഞാൻ അവരുടെ വീട്ടിൽ പോവും, അങ്ങനെയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി പരീക്ഷയൊക്കെ അടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ഏതെങ്കിലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ പഠിക്കും, 3-4 പേര്. അപ്പം ഞാൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ പോയിരുന്ന് പഠിക്കുന്ന സമയത്ത് അയലോക്കക്കാരൊക്കെ വെള്ളം കോരാൻ വേണ്ടി വരും. ഈ വീട്ടിൽ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ തൊട്ടിയും കയറും ഉണ്ട്, മോട്ടറും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ആളുകൾ വരുമ്പോൾ ഈ കോരി മടുക്കുന്നത് കാണുമ്പോൾ ഞാനീ പറയുന്ന നമ്മുടെ സഭയിലെ ഒരു അച്ഛനാണ്, അച്ഛൻ്റെ അമ്മ സ്വർഗത്തിലെ ആളിപ്പം, അച്ഛൻ്റെ അമ്മ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആളുകൾ വെള്ളം കോരുന്ന കാണുമ്പോൾ നേരെ വന്നിട്ട് മോട്ടറിന് സ്വിച്ചിട്ട് കൊടുക്കും. അപ്പോൾ കിണറ്റിൻ്റെ അടുത്ത് തന്നെ, ആ മോട്ടറിൻ്റെ അടുത്ത് തന്നെ ഒരു പൈപ്പുണ്ട്. ആ മോട്ടറിൽ തന്നെ ഒരു പൈപ്പുണ്ട്. അതിനകത്തുനിന്ന് വെള്ളം നല്ല ഫോഴ്സ്ഫുള്ളായിട്ട് കിണറ്റിൽ നിന്ന് അടിച്ച് കയറി വരും. അത് അയലോക്കക്കാരെല്ലാം പിടിച്ചുകൊണ്ട് നല്ല സന്തോഷമല്ലേ, കോരണ്ടല്ലോ. കറണ്ട് ചാർജ് ആവുന്നുണ്ട് ഇവിടെ, മനസ്സിലായി? നല്ല കറണ്ട് ചാർജ് കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ വരുമ്പോൾ ചേട്ടൻ വന്നിട്ട് കിടന്ന്
വഴക്കുണ്ടാക്കും. വഴക്കെന്നല്ല, വഴക്ക് പറയും. നിനക്ക് അവർ കോരത്തില്ല, അവർക്ക് ആരോഗ്യമുള്ളവരല്ലേ, നീ മോട്ടർ ഇട്ട് കൊടുത്താ ഉടനെ ഈ അമ്മച്ചി പറയും, ഓ പിന്നെന്തിനാ പള്ളിയിൽ പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇത് കേട്ടിട്ടുണ്ട് പലതവണ. പാവം സ്വർഗത്തിലെ ഇപ്പം ഈ അമ്മച്ചി ഈ ചേച്ചി പലതവണ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെന്തിനാ നിങ്ങൾ ഈ പള്ളിയിൽ പോകുന്നേ, നീ ദുഷ്ടതയും വെച്ചുകൊണ്ട്. അപ്പോൾ പറയും, ആൽറെഡി എടി ഇത് നീ ഒരു നമ്മൾ വെള്ളം കൊടുക്കുന്നില്ലേ, ഒരു വെള്ളം കോരിക്കൊണ്ട് പോട്ട് നീ മോട്ടർ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് മോട്ടർ ഇപ്പോൾ വെച്ചാൽ കറണ്ട് നിങ്ങളങ്ങ് അടയ്ക്കണം, നിങ്ങൾ പിന്നെന്തിനാ പള്ളിയിൽ പോന്നേ. ഞാൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഇത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ പള്ളിക്കകത്തുള്ള വല്ലവരും അങ്ങനെ ചെയ്യുമോ? അല്ല, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറവാ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, നമ്മൾ ഒത്തിരി ദൈവത്തെ വിളിച്ചു, പക്ഷെ ദുഷ്ടത കുറഞ്ഞിട്ടില്ല, ദുഷ്ടതയ്ക്ക് ഒരു അറുതി വന്നിട്ടില്ല, ഈ അതിന് മാന്തുന്ന സ്വഭാവം മാറിയിട്ടില്ല, മനുഷ്യനിട്ട് പാല വെക്കുന്ന പരിപാടി മാറിയിട്ടില്ല, ഈ കുന്നായ്മയും കള്ളത്തരവും കൊള്ളരുതായ്മയും എല്ലാം അതൊന്നും മാറിയിട്ടില്ല, ഈ ചീഞ്ഞ സ്വഭാവം മാറിയിട്ടില്ല, മനസ്സിനകത്ത് കിടക്കുന്ന ഈ അശുദ്ധി അത് മാറിയിട്ടില്ല. പ്രാർത്ഥനക്കാർ വളർന്നു, കെട്ടിടങ്ങൾ വളർന്നു. അപ്പം എന്താ ദൈവജനത്തിൻ്റെ ഹൃദയത്തിലുണ്ടാവേണ്ട നിലവിളി എന്താ? ദൈവം എനിക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ടൊരു മനുഷ്യനാവണം. 5 കൊല്ലം മുമ്പ് എന്നെ അറിയാവുന്ന ഒരാൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ പറയണം, പഴയ പോലല്ല, ആൾ ഒത്തിരി മാറിയിട്ടുണ്ട്. പറയും പഴയ പോലല്ല, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്, നശിച്ചു എന്നല്ല, മാറ്റം വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ യേശുവിനെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ചരിഞ്ഞ് നോക്കുമ്പോൾ ഏതോ ഒരു ആംഗിളിൽ ഹി ലുക്സ് ലൈക്ക് ജീസസ്, യേശുവിനെ പോലുണ്ട്. അയ്യോ, ഇവിടെ നോക്കുമ്പോൾ ഈശോയെ പോലെ ഉണ്ടല്ലോ, സംസാരം കേട്ടിട്ട് കർത്താവിനെ പോലെ ഉണ്ടല്ലോ, പെരുമാറ്റം കണ്ടിട്ട് കർത്താവിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മളെക്കുറിച്ച് പറയുന്നത്, അല്ലേ? സാത്താനെ പോലെ ഉണ്ടെന്നായി പറയുന്നത്. കൊമ്പും മാലും ഇല്ലെന്നേ ഉള്ളൂ, പിശാചിനെ പോലെ ഇരിക്കുന്നു. കണ്ടേ മരമോന്താ പറഞ്ഞേ ഹല്ലേലൂയാ. ഇതാണ് ആളുകൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാ പറയാണ്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആഗ്രഹിക്കുകയാണ്, നമുക്കത് ഒത്തിരി പ്രാർത്ഥിക്കുന്ന മക്കൾ എഴുന്നേക്കണം. പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ, ഇന്ന് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കാണുന്നതാണ് നാളെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് പ്രാർത്ഥനാ മുറി കാണുന്നതാണ്, പ്രയർ റൂമിൽ നിങ്ങളൊരു പാ വിരിച്ചിട്ട് മുട്ടയിൽ നിന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നതാണ് നാളെ സംഭവിക്കുന്നത്. അത് സംഭവിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവിടെ ഈ അൾത്താരയിൽ നിന്നിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ദൈവമേ ഒരു ബൈബിൾ ഗ്രാമം. നിങ്ങൾ മൗണ്ട് കാർമലിൽ വന്ന് നോക്ക്, അവിടെ ഒരു ബൈബിൾ ഗ്രാമം ഇല്ല, അവിടെ ഒരു ബൈബിൾ ഗ്രാമം ഇല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി എന്തെന്നറിയാമോ? 2017 നമ്മൾ ധ്യാനകേന്ദ്രത്തിന് കല്ലിട്ടു. 2018 അതിൻ്റെ ആദ്യത്തെ നില കൂതാശ ചെയ്തു. 2017 ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു 10-200 മീറ്റർ നടന്ന് ചെല്ലാവുന്നൊരു ദൂരത്ത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, വണ്ടിക്കാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട്, വഴി പല ദൂരത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റൻസ് എടുത്താൽ അത്രയില്ല. ധ്യാനകേന്ദ്രം ഈ ഒരു സ്ഥലത്ത് ഒരു മുകളിലാണ്, അത് അപ്പുറത്തേക്കൊന്നില്ല. ഇത് നടന്ന് പോയാൽ ശരിക്കും നേരെ ഒരു വഴിയുണ്ടെങ്കിൽ ഒരു കഷ്ടിച്ചൊരു 20 മിനിറ്റ് നടക്കാനുള്ള വഴി, നടക്കാനുള്ള അത്രയേ ഉള്ളൂ. വണ്ടിക്ക് പോയാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എത്താവുന്ന, 10 മിനിറ്റ് വേണ്ട. അവിടെ ഓർത്തഡോക്സ് സഭയപ്പെട്ട ഒരു സഹോദരൻ, ഒരു സുവിശേഷകൻ കുറച്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചു 2017. നമ്മൾ പ്രാർത്ഥിച്ചെന്തിനു വേണ്ടിയാണ്? ബൈബിൾ ഗ്രാമം. നിങ്ങൾ കേട്ടോണം, 2017 ആ കാലഘട്ടത്തിൽ ഒരു സഹോദരൻ, ഓർത്തഡോക്സ് സഭയപ്പെട്ടൊരു സഹോദരൻ അവിടെ കുറച്ച് സ്ഥലം വാങ്ങിച്ചു. സ്ഥലം വാങ്ങിച്ചിട്ട് അദ്ദേഹം ഒരു ബൈബിൾ മ്യൂസിയം പണിതു. ബൈബിൾ മ്യൂസിയം, വാഗ്ദാന പേടകം. നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നു, നിങ്ങൾ കണ്ടിട്ടില്ല. ആ ബൈബിൾ മ്യൂസിയത്തിൽ അദ്ദേഹം ദൈവം പറഞ്ഞ അളവിൽ ഈ സമാഗമ കൂടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മളതല്ലേ ആഗ്രഹിച്ചത്? ആണോ? നമുക്ക് 5 പൈസ മുടക്കില്ലാതെ വേറൊരാൾ അതുണ്ടാക്കി നമ്മുടെ പര്യമ്പറത്ത്, നമുക്കൊന്ന് നീട്ടി തുപ്പിയാൽ എത്തുന്ന സ്ഥലത്ത് അടുത്ത് അവിടെ ദൈവം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കാണുന്നതാണ് നാളെ നമ്മുടെ കൺമുമ്പിൽ സംഭവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം ഞാൻ ആ സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ആ സഹോദരനെ കണ്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങളിത് അന്ന് എത്രയോ നാൾ മുമ്പ് ദൈവമേ ഞങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണിത്, ഞങ്ങൾ ചെയ്യണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെ ഒന്നായിരുന്നു. അപ്പം ഇത് ദൈവത്തിൻ്റെ, നാം പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല.
അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ തലമുറ, അടുത്ത് വരുന്ന തലമുറയെക്കുറിച്ച് നമ്മൾ കാനഡയിൽ പോകണോ അയർലൻഡിൽ പോകണോ എന്നല്ല മക്കൾ അല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്നെ ഒരു ചേച്ചി വിളിച്ചു, അച്ഛാ കാനഡയ്ക്ക് പോകാനായിട്ട് എത്ര പ്രാർത്ഥിച്ചിട്ടും അവന് കിട്ടുന്നില്ല അച്ഛാ, ഐലിസിന് സ്കോർ കിട്ടുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ഫോണിലാണ് അങ്ങനെ അത് പെട്ടെന്ന് ആത്മാവ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതായത് ആദ്യമായിട്ടാണ് ഞാൻ ചിന്തിച്ചല്ല, തലേന്ന് വന്നതല്ല, ഇത് അകത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങനെ വന്നതാണ്. ഞാൻ പറഞ്ഞു, ചേച്ചി പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയുന്നത് ഞാൻ പറയട്ടെ. അച്ഛൻ പറയാൻ പറഞ്ഞു. വിഷമം തോന്നുമോ പറഞ്ഞാൽ? ഇല്ല. ഞാൻ പറഞ്ഞു, ചേച്ചി കാനഡ പോകാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചുള്ളൂ? കാനഡ ചെന്ന് കഴിഞ്ഞിട്ട് ഒത്തിരി മക്കൾ ചെറിയ പ്രായത്തിൽ പോയി നശിച്ചു പോകുന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. +2 ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് അപ്പനമ്മമാരുടെ കണ്ണിൽ നിന്ന് പോയിട്ട് തോന്നിയാസത്തിൻ്റെ അങ്ങേയറ്റത്ത് ജീവിക്കുന്ന ആളുകൾ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, കാനഡയിൽ അങ്ങോട്ട് പോകാനല്ലേ ധൃതി, പോയി കഴിഞ്ഞ് കൊച്ചെങ്ങനെ ജീവിക്കണമെന്ന് ചേച്ചി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്ക്. എന്താ? ദൈവമേ, കാനഡയിൽ ചെന്നിട്ട് എൻ്റെ കൊച്ച് ദൈവത്തെ അറിയുന്നൊരു കൊച്ചായിട്ട് ജീവിക്കണം, അതിന് കർത്താവ് കൃപ തരണേന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞില്ല, ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചു, അച്ചോ ഇത്തവണ കിട്ടി കേട്ടോ, ഇത്തവണ കിട്ടി, അത് പ്രാർത്ഥിക്കാൻ കിട്ടി, കാനഡയ്ക്ക് പോകാമെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതായത് നമുക്ക് ഈ കാനഡയ്ക്ക് പോയാൽ മതി, അത് കഴിഞ്ഞ് ഈ പയ്യൻ എങ്ങനാവും എന്നുള്ളതിനെ കുറിച്ചൊന്നും സംഭവമൊന്നുമില്ല. കല്യാണം നടന്നാൽ മതി, അത് കഴിഞ്ഞിട്ട് എങ്ങനാവും അതിനെക്കുറിച്ചൊന്നുമില്ല. ഈ ആത്മാവ് സ്വർഗത്തിലെത്തുമോ? ഈ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമായി മാറുമോ? അതുകൊണ്ട് ഒറ്റ കാര്യം പ്രാർത്ഥിക്ക്, ദൈവം എൻ്റെ മക്കൾ വിശുദ്ധരാവണേന്ന് പ്രാർത്ഥിക്ക്. അങ്ങനെ പ്രാർത്ഥിക്ക്. ഇത്രയും കാലവും കാനഡയിൽ പോകുന്നതൊക്കെ പ്രാർത്ഥിച്ചില്ലേ? കാനഡയിലും അമേരിക്കയിലൊക്കെ ദൈവം എവിടെയെങ്കിലും കൊണ്ടുപോകുള്ളൂ. അത് നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കൊണ്ടുപോകും. മനസ്സിലായി? നിങ്ങളുടെ കൊച്ച് കാനഡയിൽ പോകേണ്ട ആളാണെങ്കിൽ പോയിരിക്കും, അത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും പോയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. പക്ഷെ വിശുദ്ധരാവാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ വിശുദ്ധരാവില്ല. കാനഡയിൽ പോവും, അവിടെ പോയി നശിക്കും. അയർലൻഡിൽ പോവും, അവിടെ പോയി നശിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ? ഈ വിശുദ്ധിയും ദൈവകാര്യങ്ങളൊന്നും പ്രാർത്ഥിക്കാൻ നടക്കില്ല. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തൊട്ടേ പ്രാർത്ഥിച്ചോണം, ദൈവം ഈ കൊച്ച് ദൈവത്തെ അറിയണം, ദൈവത്തെ ആരാധിക്കണം, യേശുവിനെ അറിഞ്ഞ് ജീവിക്കണം, ദൈവത്തിൻ്റെ മക്കളായിട്ട് വളരണം. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ പ്രായത്തിൽ കുഞ്ഞുനാൾ ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ അമ്മ, ഞാൻ റെയിൽവേ ക്രോസ് ഇങ്ങനെ നടന്ന് റെയിൽവേ റോഡിലൂടെ പാളത്തിലൂടെ നടന്ന പള്ളിയിൽ പോകുന്ന സമയത്ത് വെപ്രാളപ്പെട്ട് താമസിച്ചാണ്. ഈ റെയിൽവേ പാളത്തിൽ കൂടെ ഇങ്ങനെ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നടന്ന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ട്, മക്കളെ എനിക്കൊരാഗ്രഹമുണ്ട്, മോനെ ആൾത്താരെ കയറാവോ? ഞാൻ പറഞ്ഞു, ഞാനും കയറത്തില്ല, എനിക്ക് പള്ളിയിൽ പോകുന്ന തന്നെ ഇഷ്ടമല്ല. അന്നേരമാണ് ആൾത്താരെ കയറും. അപ്പോൾ എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയും, നീ ആൾത്താരെ കയറുക, എനിക്ക് ഭയങ്കര ആഗ്രഹമാടാ നീ ഇങ്ങനെ കുപ്പായൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കാണാൻ. ഞാനും കയറത്തില്ല, എനിക്ക് വെള്ളിയാഴ്ച തന്നെ പള്ളിയിൽ പോകുന്നത് അമ്മ അടിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ, എനിക്ക് പള്ളിയിൽ പോകുന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഞാൻ നല്ല ഉടുപ്പും പണ്ടും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്ത്? ആൾത്താരെ കയറിയ. ഞാൻ പറഞ്ഞു, എന്നപ്പോൾ നാളെ തന്നെ അതിനുള്ള ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കുന്നതാണ്. എന്താണ്? എനിക്ക് ഉടുപ്പും പണ്ടും കിട്ടിയാൽ മതിയാ. മനസ്സിലായില്ലേ? പിന്നെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഒരു അച്ഛനായിട്ട് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് അച്ഛൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനൊന്നും അമ്മ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടത് അമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ എനിക്ക് ആഗ്രഹമുണ്ടോ നീ ഒരു അച്ഛനായിട്ട് കാണണമെന്ന്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് അച്ഛനാവണം, അച്ഛനായിട്ട് കാണണം. ഞാൻ സെമിനാരി പോയി കഴിഞ്ഞിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അച്ഛന് സെമിനാരി, എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെയാണോ പോയത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒത്തിരിയും പേര് പിന്നെ ചോദിച്ചിട്ടുണ്ട്, അച്ഛന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ വൈദികനാവാൻ പോയതിന് ശേഷം തിരിച്ചു പോകണമെന്ന്. നിങ്ങൾക്കൊരു, ഞാൻ സത്യസന്ധ ടീച്ചറോട് മുമ്പ് ഇതൊരു കാര്യം പറയട്ടെ. എനിക്ക് സെമിനാരി വെച്ച് ഒരൊറ്റ കണ്ണുനീര്, ഒറ്റ പേടി ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എന്നെ അങ്ങനെ പറഞ്ഞു വിടുവോന്ന്. പോണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതായത് ഒരു വൈദികനാവുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് തിരിച്ചു പോകണമെന്ന് എനിക്ക് 1995 സെമിനാരി ചേർന്നു. അന്ന് ആദ്യത്തെ ഒരു 6 മാസം, ഓണത്തിൻ്റെ അവധി വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മാറി ഇന്നതിൻ്റെ ബുദ്ധിമുട്ട്, കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് അത് 6 മാസം കഴിഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ജന്മത്തിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ജന്മത്തിൽ എനിക്ക് പിന്നെ തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. എന്നിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേടി വരും, എൻ്റെ ഈ കുസൃതി കാരണം എന്നെ എങ്ങാണ് ഇവിടുന്ന് പറഞ്ഞു വിടുമോയെന്ന്. എനിക്ക് ആകെ ഒരു പേടി ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ എന്നെ പറഞ്ഞു വിടല്ലേ, എന്നെ അച്ഛനാക്കണേ. അത് എവിടെ നിന്നാണ് കിട്ടിയേ? വലിയ നിവൃത്തിയൊന്നും ഇല്ലാത്തൊരു വീട്ടിലെ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു അമ്മ കൂടെ കൊച്ചിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? മോനെ അച്ഛനാവണോടാ, പള്ളിയിൽ പോകണം, അച്ഛനാവണം, ആൾത്താരെ കയറണം. എനിക്ക് ഒറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ മക്കൾ കാനഡയിലോ അയർലൻഡോ ഇവിടെ, ഈ സ്വർഗത്തിലേക്ക് കാനഡയിൽ നിന്നും കൊടുമണ്ണെന്നും ഒരേ ദൂരമാണ് കേട്ടോ.
കാനഡയിൽ പോയോണ്ട് ആളുകൾ പെട്ടെന്ന് സ്വർഗത്തിൽ പോത്തൊന്നുമില്ല, എല്ലാം ഒരുപോലെയുള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കഴിയുന്നതും നാട്ടിൽ തന്നെ നിൽക്കുന്നതാണ് നല്ല. അത് നിങ്ങൾ പറയാം ഇയാൾ കുജുമുങ്ങനായ്മ കൊണ്ട് പറയുന്നത്. ഞാൻ ഈ ലോക രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോക രാജ്യങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ ജീവിതം കാണുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെ നാളെ മുതൽ ഇനി ഫേസ്ബുക്കിൽ ഇത് ലൈവാ, തെറി വരും ഉറപ്പാണ്, എന്നാലും പറയുകയാണ്. എന്തെന്നറിയാമോ, ഞാൻ അവിടെ അയർലൻഡിൽ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന മലയാളികളിൽ എത്ര പെർസെൻറ്റേജ് ദേവാലയത്തിൽ വരുന്നുണ്ട്? 60%. അവരുടെ മക്കൾ ഏതാണ്ട് 60% ആളുകൾ വരുന്നുണ്ട്. അവരുടെ മക്കളോ? കാര്യമായിട്ടില്ല. അവരാ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേർന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, കണ്ണുനീരോടെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും കാനഡ രാജ്യങ്ങളിലെ അപ്പനമ്മമാർ കണ്ണുനീരോടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നാട്ടിൽ പോകണം, പക്ഷെ മക്കൾ വരില്ല. മക്കൾ വരില്ല, മനസ്സിലായോ? മക്കൾ വരില്ല, അവർക്ക് നാട്ടിൽ പോകണം. കാരണം മക്കൾ അവിടുത്തെ രീതിയിലായി. മക്കൾ ചോദിക്കുകയാണ്, ആണ് കല്യാണം കഴിച്ചപ്പോൾ എന്താ കുഴപ്പം? പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താ ഇപ്പോൾ കുഴപ്പം? മക്കൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഈ കാനഡ, അയർലൻഡ്, ഓസ്ട്രേലിയ, പിന്നെ സ്വീഡൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യം ചിന്തിക്കരുത്. മര്യാദയ്ക്കുള്ള കഞ്ഞിയും കുടിച്ച് നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. വിശ്വാസമുള്ളൊരു തലമുറയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉള്ള കഞ്ഞിയും കുടിച്ച് നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ ഇതൊക്കെ ആർക്കും മനസ്സിലാവത്തില്ല, കുടുംബത്തിലുള്ളവർക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവത്തില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ആരോട് കാനഡയിൽ പോകണം, പൊക്കോ, പോയിട്ട് വാ എന്ന് പറഞ്ഞ് ആശ്രയിച്ച് വിടത്തേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്ക് ദൈവവിശ്വാസമുള്ളൊരു തലമുറ രൂപപ്പെട്ട് വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാനഡയിൽ പോകുന്നൊന്നുമല്ല കാര്യം. തെറിവിളി എന്തായാലും ഉറപ്പായിരുന്നു, എന്നാലും ഉള്ളതങ്ങ് പറഞ്ഞ് തീർക്കാം. അപ്പോൾ കാനഡയിൽ പോകുന്നൊന്നുമല്ല കാര്യം. മറിച്ച് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദൈവത്തെ അറിഞ്ഞ് കേരളം എന്ന് പറഞ്ഞ് ഇവിടെ വിശ്വാസമെങ്കിലും ഉണ്ട്. ഇത്രയും കാലത്തിനിടയിൽ അതിന് ഒരു കുഴപ്പം, പള്ളിയിലൊക്കെ ആളുകൾ വരുന്നെങ്കിലും ഉണ്ട്. മറ്റേതൊന്നും അതൊന്നും അല്ല. ഒരു രാജ്യത്ത് നിന്നപ്പോൾ അവിടുത്തെ മെത്രാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. ഇംഗ്ലീഷുകാരനാണ് അദ്ദേഹം. വന്നിട്ട് പ്രസംഗത്തിനിടയിൽ മലയാളി അച്ഛന്മാരോടും മലയാളികളോടും പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച നിങ്ങളുടെ പള്ളി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അങ്ങ് ടെൻഷനായി. ഈ പിതാവ് എന്താ പറയുന്നത്, ഞായറാഴ്ച നിങ്ങൾ നിങ്ങളുടെ പള്ളി പോകാതെ? ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച നിങ്ങളുടെ മലങ്കര, മലബാർ, ലത്തീൻ ആരാധനക്രമം നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ ശനിയാഴ്ച കുർബാന ചൊല്ലിയിട്ട് ഞായറാഴ്ച നിങ്ങൾ ഞങ്ങളുടെ ഇംഗ്ലീഷ് പള്ളികളിലേക്ക് വാ, ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ, കൊച്ചുങ്ങളെങ്ങോട്ടൊക്കെ പള്ളി വരുന്ന അപ്പനമ്മമാരെ ഞങ്ങളുടെ മനുഷ്യരെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ ആരും ഇല്ലെന്ന്, പിള്ളേരൊന്നും പള്ളിയിൽ പോകുന്നില്ലെന്ന്. പിള്ളേർ പറയാം ആണും കല്യാണം കഴിക്കാമെന്ന്, പിള്ളേർ പറയാം പെണ്ണും കല്യാണം കഴിക്കാമെന്ന്. പിള്ളേർ പറയാണ് അപ്പനന്മാരുടെ നിയന്ത്രണത്തിൽ. അപ്പം പോലീസിനെ വിളിക്കും. എന്നോട് ഒത്തിരി വേദനയോടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ കൊച്ചിന് വഴക്ക് പറയാൻ പോലും നോക്കാൻ പോലും പറ്റത്തില്ല. അപ്പം പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എന്ത് രസമായിരുന്നല്ലേ? പിള്ളേ വീട്ടിൽ നിന്ന് പറയുമ്പോൾ എന്താടാ താമസിച്ച് അടിക്കുന്നു പറയുന്നത്, 101 വിളിക്കുന്നു, 101 ആംബുലൻസ് അല്ലേ, 100 അല്ലേ, പോലീസിനെ വിളിക്കുന്നു. പോലീസ് വന്ന് അപ്പനെ, മിസ്റ്റർ ചാക്കോച്ചനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചാക്കോച്ചൻ വില കിട്ട്. എന്താ കാര്യം? ചെറുക്കനെ വഴക്ക് പറഞ്ഞാണ്. എന്നാൽ ഇപ്പോൾ കാനഡ, അയർലൻഡ്, ഈ ദൈവമേ ഇനി എന്തെല്ലാം തെറിയാണാവോ എന്ത് വരാൻ പോണേ. ഞാൻ പറയുന്നത് നല്ല കാര്യം. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് അയർലൻഡ് ആണെങ്കിൽ പൊക്കോ, നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്നത് അമേരിക്ക ആണെങ്കിൽ പൊക്കോ, നിങ്ങളെ ദൈവം നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നത് സ്വീഡനും ഇന്തോനേഷ്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പൊക്കോ, ഓസ്ട്രേലിയ ആണെങ്കിൽ പൊക്കോ. ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല. ഞാൻ പറയുന്നത് അതിനകത്തൊന്നുമല്ല കാര്യം. വിശ്വാസമുള്ളൊരു തലമുറ ഉണ്ടാവുമോ? ഇന്ന് 10 ദിവസം കഴിയുമ്പോൾ വിവാഹമോചനം, 5 ദിവസം കഴിയുമ്പോൾ വിവാഹമോചനം. മനസ്സിലായില്ലേ? എന്നോടൊരു സഹോദരൻ ഒത്തിരി കണ്ണുനീരോട് ഇന്ന് രാവിലെ ഇരുന്ന് പറഞ്ഞാണ്. അതായത് പറയുകയാണ്, പിന്നെ അമ്മായിപ്പം പറഞ്ഞു നീ അങ്ങനെ സംസാരിക്കരുത്. അപ്പോൾ പറഞ്ഞു ഹലോ 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 നീ എന്നൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു പേരുണ്ട്, ആ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വേറൊരു സഹോദരൻ പറഞ്ഞു, എന്നെ അവള് ലാപ്ടോപ്പ് വെച്ച് എന്നെ വയറ്റത്ത് കുത്തിയെന്ന് പറഞ്ഞു. ലാപ്ടോപ്പ് വെച്ച്. ഒരുത്തൻ പറഞ്ഞു, ഈശോയുടെ മുമ്പിൽ നിന്നാണ് പറയുന്നത്, ഒരുത്തൻ പറഞ്ഞു ഭിത്തിയോട് ചേർത്ത് വെച്ചിട്ട് അവള് പറഞ്ഞു ഒറ്റ കയറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ചാ കേട്ടിട്ടുള്ളത് അല്ലേ? തിരിച്ചായിരുന്നു കേട്ടിട്ടുള്ളത്. ശരിയില്ലേ സാറേ? തിരിച്ചാ കേട്ടോണ്ടിരുന്നേ. മറ്റേ കള്ളൊക്കെ കുടിച്ചിട്ട് ഇവിടില്ല, മറ്റേ ഉഗാണ്ടയിലൊക്കെ ഉള്ള കള്ളുകുടിയന്മാർ തലക്കെട്ടൊക്കെ കെട്ടി മുണ്ടൊക്കെ ഇങ്ങനെ കയറ്റി കുത്തിയിട്ട് വന്നിട്ട് ഭാര്യയെ ഇടിക്കുന്നത്. ഈ അങ്ങനെ ഇപ്പം തിരിച്ചാ. ഏതാ
അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എന്നോട് സംസാരിച്ചവനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, ഞാൻ നിന്നെ, അയ്യോ എനിക്ക് നിന്നോട് ബഹുമാനം തോന്നുക, നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ? ഇവളെങ്ങാനും കൊണ്ടു വല്ല കേസും കൊടുത്താൽ പിന്നെ നമ്മൾ ഇപ്പം അങ്ങനല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഭർത്താക്കന്മാരൊന്നും ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. മനുഷ്യൻ ജീവനിൽ പേടിയുള്ളതുകൊണ്ട്, കോടതി കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്ത്? നിയമം. അതുകൊണ്ട് കയറി അങ്ങ് വിളയരുത്. പോട്ടെ, സമയം പോന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് വേണ്ടത് വിശ്വാസമുള്ളൊരു തലമുറയാണ്. വിശ്വാസം. അതുകൊണ്ട് ഉള്ളൊരുകി പ്രാർത്ഥിച്ചോണം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലോകം. നമ്മുടെ കയ്യിൽ നിന്ന് പോവുക പിള്ളേരെല്ലാം. വിശ്വാസമുള്ളൊരു തലമുറ, അപ്പനെ അമ്മയെ സ്നേഹിച്ച് അപ്പനും അമ്മയോടും ബഹുമാനം. ചില മക്കളെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതങ്ങനെയാണ്. അത് എത്ര പ്രായമായാലും അപ്പൻ അമ്മ ഒക്കെ പോവാ, എല്ലാം പോവാ. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിപ്പോക്കോ. അപ്പനെ അമ്മയും കൊല്ലുകയാണ് ചിലർ. അപ്പനെ അമ്മയെ അടിച്ച് പുറത്താക്കുകയാണ്. വിശ്വാസമുള്ള, ദൈവത്തെ ഭയമുള്ള ഒരു തലമുറ വളർന്നു വരാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ നടക്കരുത്, വെറുതെ അലഞ്ഞ് നടക്കരുത്. ഇന്ന് ഈ മസിലും ബലമെല്ലാം നാളെ ഇല്ലാതാവും. പിള്ളേരിട്ട് വട്ട് തട്ടും. ദൈവത്തെ വിളിച്ചോണം, ദൈവത്തെ വിളിച്ച് കരഞ്ഞോണം.